എന്ത് പറ്റി? എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അമ്മയുടെ ആച്ചിക്കുട്ടി നല്ല കുട്ടിയല്ലേ, കരയല്ലേ? ഡാഡി അടുത്ത് അമ്മ ചോദിക്കാം എന്താ ഉണ്ടായതെന്ന്. ആചുട്ടി തെറ്റ് ചെയ്തോ? എന്ത് തെറ്റ് ആചുട്ടി ചെയ്തത്? അമ്മയുടെ അടുത്ത് പറ, എന്താ ഉണ്ടായേ? സാർ, എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? എനിക്ക് തനിച്ചിരിക്കണം. സാർ, ആജന്റെ അടുത്തെല്ലാം പറഞ്ഞു. അവള് ചെറിയ കുട്ടിയല്ലേ, അറിയാതെ പറ്റിയ തെറ്റാ അവൾക്ക്. ക്ഷമിക്കണം സാർ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഈ ഫോട്ടോ ഫ്രെയിം ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ദാ. ഈ ഫോട്ടോ ഫ്രെയിം മാത്രമേ അവളുടെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ കയ്യിലുള്ളൂ. അവൾ മരിച്ച് എന്നെ വിട്ട് പോയപ്പോൾ തന്നെ അവളുടെ എല്ലാ സാധനങ്ങളും എന്നിൽ നിന്ന് അകറ്റി. ഇത് മാത്രമേ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇതും പൊട്ടിയെന്ന് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അജുമോളെ, ഞാൻ അതുകൊണ്ടാണ്. ഐ എം സോറി. എന്തിനാ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സാറിന്റെ വിഷമം കൊണ്ട് സാർ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അവള് ചെറിയ കുട്ടിയല്ലേ, അറിയാതെ പറ്റിയ തെറ്റാ. സാർ അങ്ങനെ പറയരുതായിരുന്നു. സാറിന്റെ മുന്നിൽ ഇനി വരരുതെന്നും പറഞ്ഞ് അവള് നല്ല കരച്ചിലാ. അവൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമായിട്ടില്ലല്ലോ. അവൾക്ക് വേണ്ടി ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കാം. ഐ എം സോറി. ഞാനാ ക്ഷമ ചോദിക്കേണ്ടത് ആജുവിൻ്റെ അടുത്ത്. ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കാതെ എന്തൊക്കെയാണ് ഞാൻ അവളോട് പറഞ്ഞത്. ഡാഡാന്ന് വിളിച്ചവളെ കരയുന്ന കണ്ടിട്ട് പോലും തിരിഞ്ഞു പോലും നോക്കാതെ ഞാൻ പോകുന്നത്. ഞാനൊരു സെൽഫിഷായിട്ട് ചിന്തിച്ചു പോയി. അവൾക്കൊരു ഡാഡിയായിരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. താനെന്നെ മനസ്സിലാക്കി സംസാരിച്ചതിന് നന്ദിയുണ്ട്. എനിക്ക് ആജുവിനെ കാണണം. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ നീ മിണ്ടാതിരിക്കുന്നേ? ചോദിച്ചതിന് മറുപടി പറയ്. തല കുഞ്ചിരിക്കാതെ ചോദിച്ചതിന് മറുപടി പറയ്. എന്തിനാ ഞാൻ ചെയ്ത തെറ്റ് നീ ഏറ്റെടുത്തെന്ന്? ഞാൻ ഈശ്വരനെ വന്ന് ഇറിറ്റേറ്റ് ചെയ്തോണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ തെറ്റ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. സോറി. നിന്റെ ഒരു തെറ്റുമില്ല. എന്റെ കയ്യിൽ നിന്നാ ഫ്രെയിം വീണ് പൊട്ടിയത്. നീ എന്നോട് കൂട്ടുകൂടാൻ വേണ്ടിയില്ല ഇങ്ങനെയൊക്കെ ചെയ്തത്. കൂട്ടുകൂടാൻ വേണ്ടിയല്ല ഇങ്ങനെയൊന്നും ചെയ്ത്. പക്ഷെ എന്റെ അടുത്ത് കൂട്ടുകൂടോ എന്റെ അനിയത്തിയായിട്ട്? സോറി, എല്ലാം ചെയ്ത തെറ്റിന്. ആചുട്ടീനെ ഈശു വേദനിപ്പിക്കില്ല. ഈശുവിന്റെ കുഞ്ഞനിയത്തി ആചുട്ടി. ആചുട്ടി ഈശുവിന്റെ ഒപ്പം കൂട്ടുകൂടോ? ആചുട്ടീനെ എല്ലാവരും നിന്നും ഈശു പ്രൊട്ടക്ട് ചെയ്തോളാം. സ്വീകരിക്കും. മോളെ, അജു. ഡാഡാ, സോറി ഡാഡാ. സോറി ഞാനെന്നെ ചോദിക്കുന്ന മക്കളെ. ആജു ചെയ്യാത്ത തെറ്റിനാ ഡാഡ നിന്റെ വഴക്ക് പറഞ്ഞത്. ഡാഡിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും എൻ്റെ ആജുട്ടി തന്നു. ഡാഡ സ്വീകരിക്കാം. സങ്കടം വരുന്നു. ആദ്യത്തേക്ക് ഡാഡിയോട് ഒരു ദേഷ്യമില്ല. പക്ഷെ ഡാഡി ആദ്യത്തെ മിണ്ടാതിരിക്കരുത്. അത് ഡാഡിക്ക് സങ്കടവും. ഡാഡിക്ക് പണിഷ്മെന്റ് ഒന്നുമില്ല. ഐ ലവ് യു ഡാഡ. ഡാഡ ഒരിക്കലും അടിച്ചിട്ടിനെ വിഷമിപ്പിക്കില്ല. ഡാഡി ലവ് യു സോ മച്ച് ബേബി. എന്നാ ഇഷു, നിനക്ക് തൊണ്ടയിൽ വല്ല പ്രശ്നമുണ്ടോ? ആജു, നിനക്ക് എന്നെ വേണ്ട അല്ലേ? ഇപ്പൊ ഡാഡിയെ മതിയോ? ഡാഡിക്കും എന്നെ വേണ്ട. ഡാഡിക്ക് രണ്ടുപേരെയും വേണം. വന്ന് ഡാഡിക്ക് ആദ്യതൊരു കിസ് തന്നെ. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എന്നാലും മനസ്സ് കിടന്ന് വെക്കും. ഇവർക്കിടയിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവോ? മതി മതി ഡാഡാ. ഇനി ആജുവാവും ഞാനും മാത്രം മതി. വാ വാവേ, നമുക്ക് പോവാം. ആജുട്ടി ചിരിക്കുകയാണോ? അപ്പൊ ആജുട്ടിക്ക് ഡാഡിയെ വേണ്ടേ?
അവൾക്ക് ഡാഡി വേണ്ട. വാ അജുപോളെ. ഡാഡ പാവൊക്കെ തന്നെയാ. എന്നാലും ചെറിയ പനിഷ്മെന്റ് ഡാഡൊക്കെ ഇരിക്കട്ടെ. ഇപ്പൊ ആജു വാവി ഈശേട്ടായി മാത്രം മതി. ഈശേട്ടായി വാവി നല്ല നോക്കാട്ടോ. എന്താ കിച്ചന്റെ പുകയൊക്കെ? ഇവിടെ ആരോ? ഇതെന്താ അത്? എന്റെ കിച്ചന്റെ കോലം. ഞാൻ പറഞ്ഞില്ലേ സാറുണ്ടാക്കിയ ഫുഡ് സാറ് തന്നെ കഴിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സാറിത് കഴിച്ചോക്കിയിട്ട് അഭിപ്രായം പറയും. കഴിച്ചു നോക്കിയപ്പോ എന്തുണ്ടാവാനാ? എനിക്ക് ഇഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. എന്തായാലും തന്നേക്ക്. ഇഷ്ടപ്പെടില്ലെന്ന് ഉറപ്പാ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇഷ്ടാവില്ലെന്ന് പറഞ്ഞ് കഴിച്ചോണ്ടിരിക്കാണല്ലോ, എന്താ അഭിപ്രായം? വലിയ കാര്യത്തിൽ ഞാൻ പഠിച്ചിട്ട് ഞാൻ എന്ത് പറയാനാ? ഹലോ, എന്താ ആലോചിക്കുന്നേ? നന്നായിട്ടുണ്ട് ഫുഡ്. ഇപ്പെങ്ങനെ വാ തുറന്നെന്ന് പറഞ്ഞല്ലോ. ആ മക്കളെ വാ ഇരിക്കേ, ഫുഡ് കഴിക്കാം. യേശു, ഞാൻ നിങ്ങളുണ്ടാക്കിയതൊന്നും കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ഇഷു, എന്താ അതിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് കൂടി വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കാൻ പാടില്ല. നീ കഴിക്ക്. സോറി ഡാഡ്, എനിക്ക് വേണ്ട. ഫുഡ് കഴിച്ചാല് ആദ്യം ഫുഡ് കഴിക്കും. ഇഷിച്ചേട്ടായി, അമ്മ നല്ല ടേസ്റ്റില് ഫുഡ് ഉണ്ടാക്കും, നമുക്ക് കഴിക്കാം. വാവ വായിത്തരാം. വാവ വായിത്തരാണെങ്കിൽ ഏട്ടായും കഴിക്കാം. ഏട്ടായിക്ക് വാവ വായിത്തരില്ലേ? ആ എന്തത്, തലയിലൊക്കെ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ. ആജുട്ടി കുത്തി തന്നതാ, അതിനെത്ര ചിരിക്കാനൊന്നുമില്ല. ഇഷ്ടമൊന്നുമില്ല. ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. വാവയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ടല്ലോ. ചേട്ടായി റൂമിൽ കൊണ്ട് കെടുത്താം. ഇന്ന ക്യൂട്ടാ, ഉറക്കത്തിന് ചിരിച്ചു കിടക്കുന്ന കണ്ടില്ലേ? ഏട്ടന്റെ ചുന്ദരി അനിയത്തിക്കുട്ടിയാ നീ. ഗുഡ് ഈവനിങ് സാർ. സാർ, നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ കാറിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഇതിൽ. ഓക്കെ, താങ്ക് യു. തനിക്കിതിലോട്ടും പോവാറായില്ലേ? സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒഫീഷ്യലാണോ പേഴ്സണലാണോ? സാർ, പേഴ്സണലാ. എന്നാ വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. കാർത്തിക് ഇപ്പൊ ചെല്ലും എന്തായാലും. ഈ റൂമിന്റെ ഉള്ളിൽ എന്താ ഈ ചെയ്യുന്നത്? എന്താ കാർത്തിക, എനിത്തിങ് ഇമ്പോർട്ടന്റ്? ഇത് ഓഫീസല്ല, വീടാ. ഞാനൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിരുന്നു. സോറി, ഞാൻ മറന്നുപോയി. എന്താ തനിക്ക് പറയാനുള്ളത്? കുട്ടികൾക്ക് വെക്കേഷൻ അല്ലേ വരുന്നേ, ഞാൻ വീട്ടിലേക്ക് പൊക്കോട്ടെ? കൂടെ പോകുമ്പോ ഞാൻ ഈശാനും കൂടി കൊണ്ടുപോയിക്കോട്ടെ? ഈശുവിനെ കൊണ്ടുവന്നുണ്ടോ? ആജുവിന് ഇപ്പൊ എവിടെ പോണെങ്കിലും ഈശു വേണം. പിന്നെ ഈശുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അതെന്തായാലും നന്നായി. ഈശു അവിടെ എല്ലാവരും മിങ്കിളാവട്ടെ. കാർത്തിക്ക് പോണെന്നുണ്ടെങ്കിൽ എന്നോട് അനുവാദം ചോദിക്കണമെന്നില്ല കേട്ടോ. എൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. വീട്ടിൽ പോകുന്ന തൻ്റെ അവകാശമല്ലേ, ഞാൻ തടസ്സമൊന്നും നിൽക്കില്ല. താങ്ക് യു. പിന്നെ സാറ് വരുന്നുണ്ടോ? ഇല്ല കാർത്തിക, പുതിയ കാറിൻ്റെ ലോഞ്ചിങ് അല്ലേ, അതിൻ്റെ കുറച്ച് വർക്കുണ്ട്. നിങ്ങളെല്ലാവരും പോയിട്ട് വാ, ഞാൻ പിന്നെ വരാം. ഓക്കെ സർ. ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് വരാൻ തോന്നിയില്ലോ? കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി. കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ സ്വന്തം വീടും വീട്ടുകാരെയൊക്കെ മറന്നുന്നാ ഞങ്ങൾ വിചാരിച്ചത്. വർക്കിന്റെ കുറച്ച് തിരക്കായി പോയമ്മ, അല്ലാതെ മറന്നിട്ടൊന്നല്ല. നീയും കുട്ടികളും മാത്രമേ ഉള്ളൂ. എന്തിനാ എന്ത് പറ്റി, വന്നില്ലേ? ന്യൂ കാറിന്റെ ലോഞ്ചിങ്ങാ വരാൻ പോകുന്നത്, അതിന്റെ കുറച്ച് തിരക്കിലാ. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. പിന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശാമോനെന്താ
ഒന്നും മിണ്ടാതിരിക്കുന്നേ? ആന്റിയുടെ മോനെ പരിചയല്ലേ? അറിയാം ആന്റി, ഉമ്മവല്ലമ്മയുടെ ഫ്രണ്ട് അല്ലേ? വീട്ടിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലേ? ആജുകുട്ടി, അമ്മായിനൊന്നും വേണ്ട ഇപ്പൊ. എന്തോ ഒരു മൈൻഡ് ഇല്ലല്ലോ. അമ്മായി ചേട്ടായുടെ അടുത്ത് സംസാരിക്കല്ലേ, അതുകൊണ്ടാ. അമ്മായിക്ക് സുഖല്ലേ? സുഖാണ് ആജുവാവേ. വർത്താനം പറഞ്ഞ മതി. എന്റെ ആജുവാവയ്ക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കേക്ക് അമ്മമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ദാ ഇത് കഴിച്ചോക്ക്. ആജുവാവേ, കേക്ക് കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ? സ്വീറ്റ്സ് ഒഴിവാക്കിയില്ലെങ്കിൽ പല്ല് കേട് വരും കേട്ടോ, വേദനയ്ക്കേ. അമ്മ കാര്യം മറന്നു പോയല്ലോ. ചേട്ടായി പറഞ്ഞ് കേട്ടില്ലേ, കേക്ക് തൊടാൻ പാടില്ല. ഇനി പല്ലുവേദനയൊക്കെ മാറിയിട്ട് കേക്ക് കഴിക്കാട്ടോ. ആജുവിന് ഇഷ്ടപ്പെട്ട കേക്കല്ലേ, അത് കഴിക്കുന്നതുകൊണ്ട് എന്താ? ആജുട്ടിക്ക് ഇഷ്ടമായിട്ടല്ലേ? എപ്പോഴെങ്കിലും ഒരു ദിവസമല്ലേ കഴിച്ചോട്ടെ അമ്മായി. അമ്മ, ആജുട്ടിക്ക് കേക്ക് കൊടുക്കണ്ട. ആജുട്ടി കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ പല്ലുവേദന വരും. ആജുട്ടിക്ക് അറിയൂ, അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. പല്ല് വന്ന് വന്നു കഴിഞ്ഞാൽ ആജുട്ടിക്ക് ടാബ്ലറ്റ് കൊടുത്താൽ മതി, പല്ലുവേദന മാറിക്കോളും. ആജുട്ടിയുടെ കാര്യത്തിലൂടെ നീ ആരാ? ഞാൻ ആരോടും അറിയാതെയാണ് ഈ സംസാരിക്കുന്നത്. ഞാനിവിടുത്തെ കാർത്തികാമ്മയുടെ മോനാ, ആജുട്ടിയുടെ ചേട്ടായി. നീ ആരാണാവോ? ഇപ്പൊ മുതലല്ലേ ഞാൻ മുന്നേ തന്നെ ആജുട്ടിയുടെ ചേട്ടായോ? അല്ല അമ്മായി, അമ്മമ്മേ, ഡാഡാ, മമ്മ ശരിയല്ലേ? ഞാനല്ലേ? അവൾ എന്റെ അനീത്തിയാന്ന് പറഞ്ഞില്ലേ? നീ എന്തിനാ അങ്ങനെ പറയുന്നേ? അല്ല, അവൾക്ക് മുന്നേ എന്റെ അനീത്തിയാ. അയ്യോ മക്കൾ, അടികൂടാതെ. അയ്യോ, രണ്ടുപേരൊന്ന് തല്ലൂടാതെ ഇരിക്കോ? രണ്ടാളൊന്ന് നിർത്തുന്നുണ്ടോ? ഇതാരോ? ഇഷു, എന്തിനെങ്ങനെ അടി കൂടുന്നത്? ആജോട്ടി കരയുന്ന കണ്ടല്ലേ? ധാരോ, അവളുള്ളപ്പോ നിനക്ക് അവൾ ഇഷ്ടമായിരുന്നില്ല, പിന്നെ ഇപ്പൊ എന്താ? ഡാഡി, എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. അങ്ങനെ ഡാഡി എന്നെക്കാട്ടി ഇമ്പോർട്ടന്റ് അവൾക്ക് കൊടുക്കുമ്പോ എനിക്ക് ചെറിയ വിഷമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ്. സോറി. ധാരോ, ഇഷു, ആദ്യം നിങ്ങൾ രണ്ടുപേരുടെ അനുസരിച്ചല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അവളുടെ അവകാശമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തല്ലോടുന്ന കണ്ടിട്ട് അവൾ ഇരുന്ന് കരഞ്ഞായിരുന്ന കണ്ടില്ലേ? അവളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. നിങ്ങൾ രണ്ടുപേരും കൂട്ടുകൂടാൻ നോക്ക്. ആ ചുട്ടി, ചേട്ടായിട്ട് ക്ഷമിക്കണേ. ചേട്ടായിന്ന് ഇതുപോലൊന്നും ചെയ്യില്ല. ആന്റി, അങ്കിൾ, ഐ എം സോറി. ധാരോ, നിന്റെയും കൂടി അനിയത്തി ആജു. സോറി ധാരോ. ഐ എം റിയലി സോറി ഈശാൻ. ഞാനും ഇതുപോലെ ആവർത്തിക്കില്ല. നമുക്ക് ഫ്രണ്ട്സ് ആവാം. നിങ്ങൾ ഫ്രണ്ട്സ് മാത്രല്ല, ബ്രദേഴ്സും കൂടിയാ. ആജുവിനെ നല്ലപോലെ നോക്കണത് നിങ്ങളുടെ ഡ്യൂട്ടിയാ. ഞാനും ധാരയും കൂടി ആജുട്ടിനെ നല്ലപോലെ നോക്കൂ ആന്റി. യെസ് മമ്മ. ഞങ്ങൾ തമ്മിൽ ഇനി തല്ലുകൂടില്ല. ആജുവിനെ ഞങ്ങൾ ഇനി കരയിപ്പിക്കില്ല. വെരി ഗുഡ്. അല്ല, ഇതിനിടയ്ക്ക് ഒരാളെന്നെ അമ്മാന്ന് വിളിച്ചിരുന്നല്ലോ, അതെന്താ? അയ്യോ, അറിയാതെ ആവേശത്തിൽ കയറി വിളിച്ചു പോയതാണല്ലോ. ആജുവാവി, നമുക്ക് കളിക്കാൻ പോവാം. ധാര, വാ. ഓടിപ്പൊക്കോ, ഈ ചോദ്യം ഞാൻ പിന്നെയും ചോദിക്കും. മോളെ കാർത്തു, യേശുമോൻ ഇതുവരെയായിട്ടും നിന്നെ അമ്മയോട് അംഗീകരിച്ചില്ലേ? ഇല്ല അമ്മ, അവനിപ്പോഴെന്നെ അംഗീകരിച്ചിട്ടില്ല. ആദ്യം ആജുവിനും അവനൊരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡാഡിയും മക്കളും നല്ലാടെയും ചക്കരയാ. അവൻ ആദ്യമായിട്ടാണ് എന്നെ അമ്മ തന്നെ വിളിക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, അതിലേറെ അത്ഭുതം. അവൻ ഇന്ന് എന്നെ മനസ്സറിഞ്ഞ് അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കുക ഞാൻ. അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. യേശുവിനെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നില്ലേ അവൻ? രണ്ടാനമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂര സ്ത്രീയായിട്ട് എല്ലാവരും കാണുന്നത്. പിന്നെ മോളെ, ആജുവിൻ്റെ അത്ര ചെറുതല്ലല്ലോ, എല്ലാം മനസ്സിലാക്കാനുള്ള പ്രായമായില്ലേ അവന്. നീ എന്തായാലും അവൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കും. അവൻ നിന്നെ മനസ്സിലാക്കും. എനിക്കത് വിശ്വാസമുണ്ട്. കാരണം ജനിച്ചപ്പോഴേ അമ്മ നഷ്ടപ്പെട്ടത് അവന്. ഒരമ്മയുടെ സ്നേഹം നീയായിട്ട് കൊടുത്താൽ എന്തായാലും അവൻ മനസ്സിലാക്കും. ആജു, അഴറ്റി ഉറങ്ങുന്നല്ല, ചേട്ടായിക്ക് അറിയാം.
ഉറങ്ങുകയാണെങ്കിൽ ആദ്യത്തെ എപ്പോഴും ചിരിച്ചിട്ടാ കിടന്നുറങ്ങാം. കള്ളിപ്പണ്ട് ചേട്ടായി പോവാ. ആദ്യത്തെ എന്തായാലും ഉറങ്ങല്ലേ. ചേട്ടായി എന്റെ ഒപ്പം കിടന്നാ മതി. എങ്ങോട്ട് പോവാ? ആജുവാവ് ഉറങ്ങിയിട്ടില്ല. എനിക്കറിയാടി കള്ളിപ്പെണ്ണി നീ ഉറങ്ങിയിട്ടില്ലെന്നുള്ളത്. ആജു ആവിയിട്ട് ചേട്ടായി എങ്ങോട്ട് പോവാനാ? ഉറങ്ങിക്കോ, ചേട്ടായി ഉറക്കിത്തരാം. ആജുട്ടി ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഇല്ലില്ല, ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. ഇത്ര നേരം കളിച്ചു കിടക്കായിരുന്നു. രണ്ടുപേരും വീട്ടിൽ നിന്ന് പോന്നിട്ട് ഡാഡിയൊന്നും വിളിച്ചില്ലല്ലോ. ഡാഡി എന്നെ വിളിച്ച് പരാതി പറഞ്ഞായിരുന്നു, രണ്ടാർക്ക് ഇവിടെ വന്നപ്പോ ഡാഡിയെ വേണ്ടെന്ന്. കളിച്ചു നടക്കേണ്ട തിരക്കില് ആ കാര്യമൊന്നും മറന്നുപോയി. ഡാഡ കേൾക്കണ്ട ഇഷ്യൂ ഇത്. ഇഷ്യൂ നീ ആ സിറ്റുവേഷനിൽ എന്നെ അമ്മന്ന് വിളിച്ചതെന്ന് എനിക്കറിയാം. എന്നാലും ശരിക്കും നിനക്കെന്നെ അമ്മന്ന് വിളിച്ചൂടെ ഇഷ്യൂ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നീ എന്നെ അങ്ങനെ വിളിക്കുന്നത്. അത് എനിക്ക് ഇനി വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതെന്താ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അതോ ഞാൻ എൻ്റെ ഡാഡിയെ തട്ടിയെടുക്കുന്നു വിചാരിച്ചിട്ടാണോ? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കേട്ടോ. എനിക്കറിയില്ല എന്തുകൊണ്ടാന്ന്. ജനിച്ചതിന് ശേഷം അമ്മയുടെ താരാട്ടോ തലോടലോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒത്തിരിയും വർഷങ്ങൾ അമ്മയില്ലാതെ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരാൾ അമ്മയെന്നൊക്കെ പറഞ്ഞ് ആ സ്ഥാനത്തേക്ക് വരുമ്പോ എനിക്ക് പേടിയാ. അതുപോലെ തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈശോ എന്നെ സ്നേഹിക്കുന്നതും മനസ്സിലാക്കുന്ന കാലം വരെ ഞാൻ കാത്തിരുന്നോളാം. ഈശോനെ എന്നെ ഇഷ്ടമല്ലെന്നറിയാം. പിന്നെ എന്നെ കണ്ട് എത്ര പേടി തോന്നാൻ ഭീകരിയാണോ ഞാൻ? ഇഷ്ടക്കുറവൊന്നുമില്ല, എന്നെ കെയറിങ്ങോട് കൂടെയല്ലേ നോക്കുന്നേ. പിന്നെ കാണാനും നല്ല ഭംഗിയാ. എന്താ എന്താ പറഞ്ഞത്? ഒന്നുമില്ല, എനിക്ക് ഉറക്കം വരുന്നു. ഒരാഴ്ച മാത്രല്ലേ നിന്നുള്ളൂ എൻ്റെ മോളെ. നീ കുറച്ച് ദിവസം കൂടി നിന്നൂടെ? പിള്ളേർക്ക് ഇപ്പൊ വെക്കേഷൻ അല്ലേ? അമ്മായി, ആജമോളും ഈശ്വരനെ കുറച്ച് ദിവസം കൂടി ഇവിടെ നിർത്തൂ. എനിക്ക് ആരും ഉണ്ടാവില്ല ഒരു പോയി കഴിഞ്ഞാൽ അവിടെ കളിക്കാൻ. ധാരോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവരെയും കൊണ്ട് വരാട്ടോ. ഇവിടെ അവരുടെ ഡാഡ അവിടെ കാത്തിരിക്കുവോ. പിന്നെ അമ്മായിക്ക് പോയിട്ട് വർക്കിന് പോണ്ടേ. 1 വീക്കിന് ലീവ് എടുത്തിട്ട് അമ്മായി പോകുന്നത്. എന്തായാലും പിന്നെ വരാം. അപ്പൊ എടുത്ത് കേട്ടാ അമ്മേ? ശരി. എൻ്റെ അടുത്ത് ആരും മിണ്ടാനൊന്നും വരേണ്ട ആവശ്യമില്ല. എൻജോയ് ചെയ്തോ? ഓ, അപ്പൊ ഞാനില്ലാതെ എൻജോയ്മെന്റ് ഉണ്ട്. എന്നൊന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് വീണ്ടാനൊന്നും വരേണ്ട ആരും. ഞാൻ പിണക്കാം എല്ലാവരുടെ അടുത്തും. ജാട ഇടാതെ ഡാഡാ. ഡാഡ എങ്ങനെ ജാടായിട്ട് ഇരുന്നു കഴിഞ്ഞാ അമ്മമ്മ കൊടുത്തു വിട്ട ഫുഡൊക്കെ എന്ത് ചെയ്യും? ഡാഡയ്ക്ക് വേണ്ടെന്ന് തോന്നുന്നു. അമ്മേ, ആ ഫുഡൊക്കെ എനിക്ക് തന്നേക്ക്. എന്താ വീണ്ടും? അമ്മ, ഇതൊക്കെ എപ്പം മുതല്? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിയിക്കണം തോന്നിയില്ല. ഇതിപ്പോ ഫുഡ് ഞാൻ പിള്ളേർക്ക് കൊടുക്കട്ടെ? അമ്മ എനിക്ക് വേണ്ടി അയച്ചതല്ലേ, അത് പിള്ളേർക്ക് കൊടുത്തെങ്ങനെ? അവരവിടെ നിന്ന് തിന്നിട്ടല്ലേ വന്നേ. ഞാൻ കുറച്ച് ചാടയിട്ടെന്നും കരുതി. ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇത് പിള്ളേർക്കൊന്നും കൊടുക്കണില്ല, സാറിനുള്ള ഫുഡ് തന്നെയാ. സാറിന് എന്താ ഒരു ക്ഷീണം? ചേച്ചി ഫുഡ് കൊടുന്നായിരുന്നത് ശരിക്കും സമയത്തിന് കഴിച്ചായിരുന്നില്ലേ? ഒന്നും കഴിച്ചില്ല. പിള്ളേർ പോയ വിഷമത്തില് വെള്ളം പോലും ഇറങ്ങിയായിരുന്നില്ല. ക്ഷീണോ? ഡാഡയ്ക്കോ? അമ്മ തിന്നു കണ്ടിട്ടേ പറയുന്നേ. ഡാഡേനെ കണ്ടില്ലേ, കൊഴുത്തിരിക്കുക ചെയ്യുന്നേ. കവിളൊക്കെ തുടുത്ത് നല്ല ചുവന്നിരിക്കുന്നു. ഡാഡ നമ്മളെ പോയ സന്തോഷത്തിൽ നല്ല ഫുഡ് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഡാഡേനൊന്ന് വിശ്വസിക്കടാ. ഡാഡ നിന്നോട്ടുള്ള പിണക്കം കാരണം മുഖം ഇങ്ങനെ വീർപ്പിച്ചിരുന്നത്. അല്ലാതെ തടിച്ചു പോയിട്ടൊന്നുമല്ല. നിങ്ങളെ പോയതിനു ശേഷം വറ്റ് പോലും കഴിച്ചിട്ടില്ല. അവൻ പറ്റി കഴിച്ചിട്ടില്ല, അത് ശരിയാ. അതിന് പകരം ചിക്കനും മട്ടനും ബീഫും പൊറോട്ടയ്ക്ക് കഴിച്ചായിരുന്നു. ഏട്ടത്തി ഫുഡും കൊണ്ട് വന്നതാണോ? ഫുഡും കൊണ്ട് വന്നത് എല്ലാവർക്കും. ഇപ്പൊ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന നേരം വൈകില്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വെച്ചുണ്ടാക്കി കൊണ്ടുവന്നു. കൊള്ളാലോ ഡാഡാ, വറ്റൊടുക്കിയ ബാക്കി എല്ലാം വെട്ടി വിഴുങ്ങിയിടല്ലേ. കുരുട്ടടക്ക്, നീ കുറെ നേരമല്ലേ എന്നെ പറയുന്നു. എടാ നിക്കടാ അവിടെ. ഇടാ നിക്ക. അനു മരിച്ചതിന് ശേഷം ഇന്ദ്രനെ ഞങ്ങൾ ഇതുപോലൊന്നും കണ്ടിട്ടേനില്ല. ഇത്രയും സന്തോഷിച്ച് അവൻ്റെ മുഖത്തൊരു ചിരി പോലും വന്നിട്ടില്ല. ഇപ്പൊ കുട്ടികളൊപ്പം കുട്ടികളെ പോലെ അവനും
ഒക്കെ കാർത്തിക വന്നതിന് കാരണം. ഞാനൊന്നല്ല ഏട്ടത്തി കാരണം, കുട്ടികൾ തന്നെയാ. അവര് കാരണം അവരുടെ ഡാഡ് എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ചിരിച്ചും കളിച്ചും. ഇനി നിങ്ങൾ എല്ലാരും കൂടി വീട്ടിലേക്ക് ഇറങ്ങ്. ഇവിടുന്ന് 2 അടി നടന്ന വീടായി. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ നേരല്ലേ? ഏടത്തിയുടെ പറച്ചിലേട്ട ഞങ്ങൾ തീരെ വരവില്ലെന്ന് തോന്നുന്നു. എല്ലാ സൺഡേയും ഞങ്ങൾ അവിടേക്ക് തന്നെയല്ലേ വരാറ്. എന്നിട്ട് ഇതുപോലെ പറയണ ഏടത്തി. അയ്യോടാ, ഞായറാഴ്ച മാത്രം വന്നാൽ മതിയോ? അത് നിങ്ങളുടെയും കൂടി വീടല്ലേ. അവിടെ വന്ന് കുറച്ചു ദിവസം താമസിച്ചാലെന്താ? നീ ഇന്ദ്രന്റെ കൂടെ നടന്ന അവന്റെ സ്വഭാവം പഠിച്ചു തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്ന് പോയ ഏടത്തി, സാറിനെ പോലെ അവൻ സാറിന് മാത്രമേ പറ്റൂ. കാറിന്റെ ലോഞ്ചിന് ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. നീ കാറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഒന്നും വരുത്തരുത്. പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പേടിയുണ്ട്. എന്നാലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അന്നത്തേക്ക് വേണ്ടി. പ്രാക്ടീസ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ ആ കാലം നിന്റെ ജീവനെടുക്കും. പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കും, എന്നെ കൊണ്ട് പറ്റും. ആ, നീ കുഞ്ഞായില്ലേ? നീ വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്താ പോരെ? ഇപ്പൊ മണി 6 മണി ആയല്ലോ. അയ്യോ, പോവാൻ സമയായി. ഓക്കെ, ബൈ. അപ്പോഴേക്കും പോയോ? അപ്പൊ ഞാനിപ്പോ തന്നെ ഇവിടെ നിൽക്കട്ടെ, ഞാനും പോവാലോ. ഒരു വണ്ടി പോലും കാണുന്നില്ലല്ലോ. ആ സാറിന് എന്നെയും കൂടി കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയിക്കൂടെ? അങ്ങനെ അത് ചെയ്യും. ഹായ് മിസ്സസ് കാർത്തിക, ഹൗ ആർ യു? എക്സ്ക്യൂസ് മീ, ആരാ? മനസ്സിലായില്ലല്ലോ. ഐ ദീപക്, ചാർമിൻ ഗ്രൂപ്പിന്റെ CEO ആണ്. ഹലോ സാർ, സാറിന് എന്താ വേണം? വലിച്ചു കെട്ടാതെ കാര്യം പറഞ്ഞേക്കാം. മിസ്സസ് കാർത്തികയ്ക്ക് എൻ്റെ കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. താല്പര്യമില്ല സാർ, ഞാനത്ര ഫേമസ് ഒന്നല്ലല്ലോ. പിന്നെന്തിനാ എന്നെ വിളിക്കുന്നത് സാറിന്റെ കമ്പനിയിലേക്ക്? തൻ്റെ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. തനിക്ക് നല്ല ശമ്പളം ഞാൻ തരാം. നല്ലൊരു അവസരം ഞാൻ തനിക്ക് വേണ്ടി തരുന്നത്. താല്പര്യമില്ല സാർ. ഓ, എന്തൊരു വെയിലാ, നല്ല ചൂടെടുക്കുന്നു. ഞാൻ പോട്ടെ സാർ. ഏയ്, നല്ല അവസരത്താണ് ഒഴിവാക്കുന്നത്. നമ്മുടെ കമ്പനിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്ന ഡീറ്റെയിൽസ് എങ്ങനെ ചാർമിൻ കമ്പനിക്ക് കിട്ടി? അവരൊപ്പം നമ്മുടെ പ്രോജക്റ്റ് എടുത്ത് നടത്തുന്നത് മിസ് കാർത്തിക. കാർത്തിക, തൻ്റെ അടുത്ത് ചോദിക്കുന്നത്. എനിക്ക് എക്സ്പ്ലനേഷൻ കിട്ടിയില്ല. ഐ ഡോണ്ട് നോ സാർ, സത്യമായിട്ടും എനിക്കറിയില്ല. എങ്ങനെയാ? തനിക്ക് അറിയില്ലേ? ചാർമിൻ ഗ്രൂപ്പിന്റെ CEO ആയിട്ട് തനിക്ക് എന്താ ബന്ധം? ആരായാള്? തനിക്ക് പരിചയമില്ലെന്നാണോ? തനിക്ക് പരിചയമില്ലെങ്കിൽ തന്റെ ഫോട്ടോ എങ്ങനെ എന്റെ കൂടെ വന്നു? ഇയാളോ? സാർ, സത്യമായിട്ട് എനിക്ക് ഇയാളെ അറിയില്ല. ഞാൻ ഇന്നലെ ഇയാളെ കണ്ടിരുന്നുള്ള. ശരി, കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്താന്നുള്ളത്. താൻ ഇനിയും നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കേണ്ട. ഇനി ഈ ജോലിയിൽ തുടരാന്നു. സാർ, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു അവസരം പോലും എനിക്ക് തരുന്നില്ല. ഞാൻ ചെയ്യാത്ത തെറ്റ് എന്റെ തലയിൽ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല സാർ. ഇതാരാ ചെയ്തെന്നുള്ളത് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് ഞാൻ തന്നെ ഇറങ്ങിക്കോളാം. കാർത്തിക, അവളാണ് എന്റെ ബോസ്, അത് ഞാനാണ് അവളുടെ ബോസ്. കണ്ടുകഴിഞ്ഞാൽ അവളാണെന്ന പോലെയാണല്ലോ. തനിക്കൊന്നും പറയാനില്ലടോ. അയ്യോ സാർ, ഞാനിപ്പോ ഇതിന് എന്ത് പറയാനാ? ഒന്നും പറയാനില്ലെങ്കിൽ ഇറങ്ങി പോടോ. പിന്നെ താൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അയ്യോ സാർ, മറ്റന്നാളത്തെ ഇവന്റിന്റെ കാര്യം എന്ത് ചെയ്യും? ഓ സാറിന്റെ വികാരഭരിതമായുള്ള നോട്ടം കൊണ്ട് എനിക്ക് കാര്യം മനസ്സിലായി. എന്തെടുത്ത് അവതരിപ്പിക്കാനല്ലേ? ഓക്കെ സാർ, ബൈ. കാർത്തിക, രവേട്ട, സത്യമായിട്ട് എനിക്ക് അയാളെ അറിയില്ല. ഞാൻ ആ ഫയൽസ് ഒന്നും ആർക്കും വിറ്റിട്ടില്ല, ഒന്നും ചോർത്തി കൊടുത്തിട്ടില്ല. അയാൾക്ക് ഞാൻ പറയുന്നൊന്നും വിശ്വസിച്ചെന്നാ എന്നെ പറയാൻ പോലും അനുവദിക്കുന്നില്ല. കാർത്തിക മോളെ, നീ കൊച്ചു കുട്ടികളെന്നൊക്കെ അറിയാതെ അങ്ങനെ പറയുന്നത് കണക്കിലാക്കണ്ട. എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. ആരോ നിന്നെ മനഃപൂർവ്വം ഫ്രെയിം ചെയ്തതാ. നീ അയാളുടെ മുന്നിലല്ലേ വീരവാദം പറഞ്ഞത്? എല്ലാം നീ തെളിയിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ എന്നൊക്കെ അറിയാണോ? ഞാനുണ്ട് നിന്റെ കൂടെ.
എന്താ കാർത്തിക? ഓഫീസിൽ വെച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം തന്നില്ല. ഇപ്പൊ വീട്ടില് ഞാൻ എംപ്ലോയി ആയിട്ടല്ല, തൻ്റെ വൈഫായിട്ടാണ് ചോദിക്കുന്നത്. സാർ പ്ലീസ്, ഇപ്പോഴെങ്കിലും എന്താ നടന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. Stop it, കാർത്തിക. I'm not fool. തനിക്ക് ആദ്യം അറിയില്ലെന്ന് പറഞ്ഞ ആളുടെ കൂടെ താൻ നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ വിശ്വസിക്കണോ? താൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് തരേണ്ട ആവശ്യമില്ല. സാറിന്റെ വൈഫാ ഞാൻ, എന്നിട്ടും സാറിനെ വിശ്വസിച്ചില്ല. താൻ കള്ളം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അത് തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇപ്പൊ തെളിവും കൂടി ഉണ്ട്. താൻ കള്ളം തന്നെയാ പറയുന്നത്. കള്ളി. Stop it. ഒരു കള്ളം പറഞ്ഞതിന് ജീവിതകാലം മുഴുവൻ കുത്തി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് എന്താന്ന് പോലും ഒന്ന് കേൾക്കാത്തത്. ഒരു ഫോട്ടോയുടെ പേരിൽ എന്നെ ഇങ്ങനെ അവിശ്വസിക്കുന്നത് എന്തിനാ? തന്റെ ഭാര്യയായിട്ട് പോലും ഒന്ന് മനസ്സിലാക്കാൻ പോലും താൻ ശ്രമിക്കുന്നില്ല. തനിക്ക് മനസ്സിലാക്കാൻ വയ്യ, വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക. എനിക്ക് വയ്യ ഇതുപോലെ എന്നെ അവിശ്വസിക്കുന്ന ഒരാളുടെ ഒപ്പം കഴിയാൻ വേണ്ടി. യു ആർ എ റിയലി ഇഡിയറ്റ്. ഡാഡ് എന്തിനാ അമ്മ ചീത്ത പറഞ്ഞെന്ന്? എന്താ പറ്റി? ചീത്ത പറഞ്ഞല്ല, ഓഫീസ് കാര്യം സംസാരിച്ചതാ. നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ പഠിക്കാനില്ലേ? അയ്യോ താര, വെക്കേഷൻ അല്ലേ, മറന്നുപോയോ? ഞങ്ങളിവിടെ ബഹളം കേട്ടപ്പോ വന്നതാ. അയ്യോ അമ്മ ഇങ്ങോട്ട് പെട്ടി എടുത്തിട്ട്. ഞാൻ പോകുന്നു. ഇഷു, മോളെ ആജു, ബാ നമുക്ക് പോവാം. അവരെന്തിനാ വിളിക്കുന്നത്? നീയല്ലേ പോകുന്നെന്ന് പറഞ്ഞേ, അവരെന്തിനാ കൊണ്ടുവന്നേ? ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല പോകുന്നത്, ഏട്ടത്തിയുടെ വീട്ടിലേക്കാ. ഞാൻ പിള്ളേരെയും കൊണ്ട് പോകുന്നുണ്ട്. അവരെ ഇവിടെ ആക്കിയിട്ട് പോവാൻ എനിക്ക് വിശ്വാസമില്ല. നീയായിട്ട് എടുത്ത തീരുമാനം പോകുന്നുള്ള. അപ്പൊ നീ തനിയെ പോയാൽ മതി. എന്റെ പിള്ളേരൊന്നും ഞാൻ വീട്ടിൽ തരില്ല. നിനക്ക് പോണെന്നുണ്ടെങ്കിൽ നീ പൊക്കോ. അപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ പോണെന്നോ? എന്നോട് പോവണ്ടെന്നൊരു വാക്ക് പറയുന്നില്ല. എൻ്റെ മക്കള് അവരെൻ്റെ കൂടെ വരും. അവര് പറയട്ടെ അവർ വരുന്നില്ലെന്നുള്ളത്. ആ, അവരെന്റെയും കൂടി മക്കളാ. പറഞ്ഞു കൊടുറാ മോളെ, പറഞ്ഞു കൊടുക്ക് വരുന്നില്ലെന്ന്. സോറി ഡാഡാ, ഞാൻ അമ്മയോടൊപ്പം പോവും. സാമദ്രോഹി. ടാടയുടെ തന്നെ കാലു വരില്ലേ മോളെ ഹജു? ടാടയുടെ പ്രതീക്ഷ നിന്നിലാടാ. അയ്യോ ഈ പെണ്ണ് ചതിച്ചല്ലോ. ഈശോ, എന്ത് ചെയ്യും? അമ്മേ, ഒരു ഐഡിയ ഉണ്ട്. ആചുട്ടി, ചേട്ടായി ഇല്ലാതെ ആചുട്ടിക്ക് ഉറക്കം വരുമോ? ചേട്ടായിക്ക് ആചുട്ടി കെട്ടിപ്പിടിച്ചാലല്ലേ ഉറക്കം വരുള്ളൂ. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് എന്റെ കൊച്ചിനെ തൊട്ടിയെടുക്കാൻ നോക്കുന്നോടാ. ആജുമോളെ, നീ ടാടിയുടെ മോളാ. ഈ പ്രലോഭനങ്ങളിൽ നിന്നും വിടല്ലേ. ആച്ചുമോളെ, എങ്ങനെ ചേട്ടായി നിന്ന് ഉറങ്ങുക? ആച്ചുമോളെ, ചേട്ടായി വാരി തന്നല്ല ആചുട്ടി കഴിക്കൂ. പിന്നെ ഇവിടെ കിടന്ന നീ പട്ടിണി കിടന്ന് പോടി. ഡാഡിക്ക് വെച്ചുണ്ടാക്കാനൊന്നും അറിയില്ല. വാ, മമ്മയുടെ ഒപ്പം പോവാൻ നമുക്ക്. ആചുട്ടി, ഇതിലൊന്നും വിശ്വസിക്കില്ലേ. ഡാഡിനെ ആചുട്ടീനെ അകറ്റാൻ വേണ്ടിയിട്ടാ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ ഡാഡിയോട് പ്രതികാരം വിട്ടാ ഓഫീസിൽ നടന്ന നിസ്സാര കാര്യത്തിന്. എല്ലാവരും മുന്നിൽ ഞാനൊരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നത് ഇത് നിങ്ങൾക്ക് നിസ്സാര കാര്യമാണ്. നിങ്ങൾ എങ്ങനെയല്ല വിശ്വസിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനങ്ങൾ ഉണ്ടായേനെ. അതുമില്ല, ഞാൻ എല്ലാവരും മുന്നിൽ തെളിയിക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ട് ഞാൻ നിങ്ങളെ ശരിക്കും കാണുന്നുണ്ട്. ആജു, നീ വരുന്നുണ്ടോ? ഇഷു മോനെ, നമുക്ക് പോവാം. ആജു, സോറി. അമ്മ കരഞ്ഞത് ഡാഡ കാരണം. അമ്മ കരയുന്ന കാണുമ്പോൾ ഡാഡിക്കും സങ്കടമാവുന്നുണ്ട്. പക്ഷെ ഡാഡിയുടെ മനസ്സൊന്ന് പറയുമ്പോൾ മൈൻഡ് വേറൊന്നാ പറയുന്നത്. ഏതിൽ ഉറച്ചു നിൽക്കുന്നത് ഡാഡിക്ക് എന്നെ അറിയുന്നില്ല. എന്തായാലും അമ്മയെ നമുക്ക് വേഗം തിരിച്ചു കൊണ്ടുവരാം. മോള് വിഷമിക്കണ്ട. ആ, നീ മോളെ. ഉമ്മേച്ചി, മോളെ കാർത്തിക, എന്ത് പറ്റി? കൊച്ചു കുട്ടികളെ പോലെ കരയാതെ മോളെ. കാർത്തിമോളി പറയുന്ന കേട്ടാൽ എന്താ അവര്? ആ കൊച്ചു പറയുന്നത് തെറ്റാണോ ശരിയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവെങ്കിലും വേണ്ടേ? അതിനെങ്ങനെ കാളെ വെറ്റോ നയിക്കുമ്പോഴേക്കും കഴി എടുക്കുന്നതല്ല ഒരു സ്വഭാവം.
മോള് കറിയാതെ ഏടനും ഏടത്തേമ്മയും കൂടെയുണ്ട്. നമുക്കെല്ലാം ശരിയാക്കാം. അവന് നല്ലൊരു മറുപടി തന്നെ നമുക്ക് കൊടുക്കാം. ഈശുട്ടാ, ആജുമോൾ എവിടെ? ഡാഡി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോ ആദ്യത്തെ എവിടെ വീണു. ഞങ്ങളുടെ കൂടെ വന്നില്ല. ആ കൊച്ചിനെ വെച്ച് അവൻ എന്ത് ചെയ്യാനോ? ഈ ചെറുക്കനെ കൊണ്ട് തോട്ടിലോ? മോളെ ഇതൊക്കെ അറിയാതെ നീ മുഖക്കൊന്ന് കഴുകു പോയിട്ട് നമുക്കെല്ലാം ശരിയാക്കാം. ഹരിയേട്ടാ, നമ്മുടെ ഓഫീസിൽ തന്നെ നമുക്ക് പണി തരുന്ന ആരോ ഉണ്ടല്ലോ. അതും പാവം കാർത്തികയെ തന്നെ ടാർഗറ്റ് ചെയ്തു. അത് കാരണം ഇന്ദ്രയുടെയും കാർത്തികയുടെയും ജീവിതത്തിൽ പ്രശ്നം വലുതാവാൻ ഞാൻ മതി. മോളെ ആജു, ഈ പാത്രത്തിൽ നിന്നൊന്നും താഴെ വീഴുന്നില്ല കണ്ടോ? അയ്യോ ദാദാ, ഇത് വല്ലാത്ത ചെയ്തായി പോയല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരുപാട് പാത്രം കഴുകാനുണ്ട്. ഇത് ഞാൻ എങ്ങനെ കഴുകി വൃത്തിയാക്കാനാ? അയ്യോ, പാശ ഒട്ടിച്ച പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു പാത്രത്തിൽ. ആ ചുട്ടി മാറി നിൽക്ക്. ഈ സാഹസം ഞാൻ തന്നെ ചെയ്തേക്കാം. ഓ ദാദാ, അത് കഴിഞ്ഞു. ഇനി വീടിന്റെ കോലം കണ്ടില്ലേ ദാദാ, ഇത് വൃത്തിയാക്കണ്ടേ? പിന്നെ ദാദാ, അവിടുന്ന് നല്ല ബിരിയാണി ഉണ്ടാക്കുമെന്നാ ചേട്ടായി പറഞ്ഞു. ആ അവിടെ നിന്നാണല്ലോ ഈ മണം വരുന്നത്. നിന്റെ അമ്മയ്ക്ക് നമ്മളെ വേണ്ടെന്നാ തോന്നുന്നു. നിന്റെ അമ്മയുടെ കൈ കൊണ്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഡാഡിയുടെ കരിഞ്ഞത് ഉപ്പ് കൂടിയ ഫുഡ് കഴിക്കാൻ ഞാൻ ഇവിടെ ബാക്കി ഇപ്പോഴും. ആ ചുട്ടി യൂട്യൂബ് പ്രൊട്ടസ്. മോളെ ഒരു കാര്യം ചെയ്യും, ചേട്ടായിട്ട് ഇത് പറഞ്ഞ് കുറച്ച് ബിരിയാണി കൂടി പാഴ്സൽ തരാം. എനിക്കൊന്നും വയ്യ. ചേട്ടായി തരാന്ന് പറഞ്ഞാലും അമ്മ തരും തോന്നുന്നില്ല. ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന തന്നെ അമ്മയാ. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷ വേണ്ട ഡാഡാ. എന്റെ പൊന്നാജുട്ടി അങ്ങനെ പറയല്ലേ. ചേട്ടായിട്ട് ചോദിച്ചാൽ ചേട്ടായി തരും. മോള് ചോദിച്ചാൽ ചേട്ടായി തരും. കുറച്ച് ചിക്കൻ അധികം ഇട്ടോളാൻ പറ. പിന്നെ എൻ്റെ അമ്മയുടെ കൈ കൊണ്ടുള്ള ഫുഡ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ. അയ്യേ, എന്താ ഡാഡാ ഇത്? കൊച്ചു കുട്ടിയായിട്ട് പോലും എനിക്ക് അമ്മയെ കണ്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഡാഡിക്ക് ഡാഡിയുടെ വൈഫിന് വേണമെങ്കിൽ എന്തിനാ വെറുതെ പറഞ്ഞു വിട്ടത്? ഇവിടെ പിടിച്ചു നിർത്താറുന്നില്ലേ? ഇനിയിപ്പോ 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തായാലും നിന്റെ അമ്മ വരും. അത് ഉറപ്പെനിക്ക്. എനിക്ക് പ്രതീക്ഷയില്ല. കാർത്തിക് ഇത്ര നന്നായി പാചകം ചെയ്യുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ഫുഡൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു നരൻ സാർ. സാരവിടെയൊന്നും വേണ്ട. പിന്നെ എന്തിനാ താങ്ക്സ്? എന്നോട് വരെ കോംപ്ലിമെന്റിന് മാത്രമല്ല, എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിനും കൂടിയാ. ഒരു സാധാ എംപ്ലോയിയെ സഹായിക്കാൻ വേണ്ടി കമ്പനിയുടെ CEO തന്നെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നന്ദി പറയാതിരിക്കും? ഇത്രയും മഹാനായിട്ടൊന്നും എന്നെ കാണണ്ട. ഞാൻ ഇന്ദ്രന്റെ ഫ്രണ്ട് അല്ലേ. അപ്പോ എന്റെ സിസ്റ്ററിലോ ഞാൻ ഹെൽപ്പ് ചെയ്യണ്ടേ. പിന്നെ ഇന്ദ്രനും പറഞ്ഞു. കാർത്തിമോളുടെ ഒപ്പം നിൽക്കേണ്ട സമയത്ത് അവളെ അകറ്റി നിർത്തിയിട്ടാണോ കൂട്ടുകാരനെ പറഞ്ഞു വിട്ടിരിക്കുന്നു സഹായിക്കാൻ വേണ്ടി? ചേർക്ക, അവനോട് പോയി പറഞ്ഞേക്ക്, അവനില്ലെങ്കിലും ഞങ്ങളുണ്ട് ഉള്ള കൂടെ എന്ന്. ആ ഞാൻ പറഞ്ഞേക്കാ ഏട്ടാ. മതി ഇന്ദ്രന്റെ കാര്യം പറഞ്ഞതേട്ടാ. നര, നീ വന്ന കാര്യം പറയും. എന്തായി? വല്ല ഡീറ്റെയിൽസ് അറിഞ്ഞോ? നമ്മുടെ കമ്പനിയെ ചതിക്കാൻ നോക്കിയ യൂദാസ് ആരാണെന്ന് കണ്ടുപിടിച്ചോടാ. CCTV ഫുട്ടേജ് ഡിലീറ്റ് ആയിരുന്നു. പിന്നെ അത് റിക്കവർ ചെയ്തെടുത്തപ്പോൾ അതിൽ കാർത്തിക റൂമിലേക്ക് ലാസ്റ്റ് പോയത് റോബിനാണെന്നുള്ള സോളിഡ് എവിഡൻസ് കിട്ടി അവനെ നമുക്ക് പൊക്കാം. റോബിനോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന് ഇത്ര നല്ല ചെറുക്കനായിരുന്നു. അല്ല, ഇതൊരു സോളിഡ് എവിഡൻസ് ഇല്ലേ? കാർത്തിക മോളുടെ റൂമിലേക്ക് അവനല്ലേ പോയത്. അവളുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അതൊരു സോളിഡ് എവിഡൻസ് ഇല്ലടാ. ഇതൊരു എവിഡൻസ് തന്നെയാ. പക്ഷെ ഇതിനെക്കാട്ടും വലിയൊരു എവിഡൻസ് എന്താ വെച്ചാൽ അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും കുറച്ചൊന്നല്ല, നല്ല വലിയ തുക തന്നെ. അത് ചെൻസ് ഗ്രൂപ്പ് ആണെന്ന് അറിഞ്ഞാൽ മതി. അവൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എടുത്തുതരാം. അവൻ നമ്മുടെ ഇന്ന് രക്ഷപ്പെടില്ല. നാളത്തെ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതി. എല്ലാം നമുക്ക് ശരിയാക്കാം. ഞാനിന്നാ പോവാൻ നോക്കട്ടെ. നേരെ ഒരുപാടായില്ലേ. ചൂസേ ഓടാതെ വീഴുട്ടാ നീ. നിക്ക്. ഡാഡിയും മോളും കൂടി നല്ല കളിയാണല്ലോ. ആജുവാവി സുഖല്ലേ? അങ്കിളിന്റെ സുഖം തന്നെ മോളെ. നീ എന്താ അവിടെ നിന്ന് ഇറങ്ങി വരുന്നേ? എന്നെ കാണണമെങ്കിൽ ഇവിടേക്കല്ലേ വരേണ്ടത്? ഞാൻ നിന്നെ കാണാൻ വന്നൊന്നല്ല. ഇവിടെ ഹരിയേട്ടനും അങ്കിതേശും എന്നെ വിരുന്ന് വിളിച്ചപ്പോ വന്നതാ. ഇന്ന് കാർത്തികയുടെ കൈ കൊണ്ട് നല്ല അടിപൊളി ബിരിയാണി. ഓ എന്നാ ടേസ്റ്റാ.
ഇരുന്നോ? എന്നെ വിളിക്കാതെയോ? നിന്നെന്തിനാ വിളിച്ചത്? എന്താ നിന്റെ കെട്ട് കഴിഞ്ഞിരിക്കുകയാണോ? അത് നിനക്ക് വയറ്റിലെങ്ങാനുണ്ടോ? എന്നെ വിളിച്ചതിന് കാര്യമുണ്ട്. എന്റെ സിസ്റ്റർ കാർത്തികയെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവൾക്കൊരു ഭർത്താവുണ്ട്, ഒന്നിനും കൊള്ളാത്തവൻ. നീ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്? ഞാൻ അവളെ വിശ്വസിക്കാതിരിക്കുന്നത് അവളെ എന്റെ അടുത്ത് മുന്നേ കള്ളം പറഞ്ഞുകൊണ്ടല്ലേ. പക്ഷെ മനസ്സുകൊണ്ട് എനിക്ക് അവളെ വിശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ ഒന്ന് പോടാ അവിടുന്ന്. നരാ നിക്കടാ. വീരപാഠം പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. അമ്മയെ കണ്ടപ്പോ ഫ്രീസ് ആയി നിൽക്കുന്ന കണ്ടല്ലേ? എന്ത് നോട്ടാ നോക്കുന്നേ? എന്റെ മാനടക്കം കളയല്ലോ ഡാഡാ. ഡാഡാ, അമ്മ ദേഷ്യത്തോടെ നോക്കുന്നേ. എന്താ ഇതെന്തോന്ന് എങ്ങനെ നോക്കുന്നേ? എന്തിനാ നോക്കുന്നേ? ഞങ്ങളുടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നേ. ആഹാ, വാടി മോളെ. ഏട്ടത്തി, നമ്മുടെ പൊന്നാരനിയന്റെ സ്വഭാവത്തിലൊരു മാറ്റല്ലേ? കാർത്തിയെ കാണുമ്പോ അവന്റെ നോട്ടം കണ്ടല്ലേ? ചെക്കവളെപ്പോൾ പിടിച്ച് തിന്നുന്നുള്ള ലെവലിലാണ് നോക്കിയിരുന്നത്. നിനക്കിരുപ്പം മനസ്സിലാവുന്നല്ലോ. എനിക്ക് മുന്നേ മനസ്സിലായി. കാർത്തവും പിള്ളേരെ അന്ന് വീട്ടിൽ പോയ സമയത്തെ ഞാൻ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ലേ? അന്ന് അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ കുത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അന്ന് അത് കഴിച്ചിട്ട് അവൻ പറയാ, എന്റെ ഭാര്യ ഉണ്ടാക്കുന്നതിന്റെ അത്ര ടേസ്റ്റ് ഒന്നും അതിന് വന്നിട്ടില്ല എന്ന്. അപ്പൊ ചിക്കൻ വീണല്ലേ? ജെൻസ് ഗ്രൂപ്പിന് വേണ്ടി ഈ ഓഫീസിലെ യൂദാസായി കളിച്ചത് റോബിനാണെന്നാണല്ലോ ഇവരുടെയൊക്കെ പറച്ചില്. എന്തൊരു സാർ എന്തായി പറയുന്നത്? ഞാൻ ഇത്ര കാലം ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു സർ. ഞാൻ ഈ കമ്പനി ശ്രദ്ധിക്കില്ല. കാർത്തികയല്ലേ അത് ചെയ്തത്. റോബിനെ കള്ളം പറഞ്ഞത് മതി. കൂടെ നിന്ന് ചതച്ചിട്ട് അവന്റെ ഒരു അഭിനയം. രവി, കാർത്തികോ താൻ ചെയ്ത തെറ്റ് താൻ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണോ? റോബിൻ, ഞാൻ ആരുടെ തലയിലൊന്നും കെട്ടിവെക്കാൻ നോക്കിയിട്ടില്ല. സത്യം എന്താണോ അതാണ് ഞാൻ തെളിയിക്കാൻ നോക്കുന്നത്. തന്റെ കമ്പ്യൂട്ടറിൽ നിന്നാ പ്രോജക്ട് ഫയൽ ലീക്ക് ആയത് ജെൻസ് കമ്പനിക്ക് കിട്ടിയത്. അപ്പൊ അതിന് താനല്ലേ തെറ്റുകാരി? റോബിൻ, താനൊന്ന് നിർത്ത്. കാർത്തിക് എന്താ പറയാനുള്ളതെന്ന് ഞങ്ങൾ കൂടി കേൾക്കട്ടെ. ഞാൻ അറിയാം സർ. അതിനെന്താ? കാർത്തിക് പറയാനുള്ളത് പറയൂ, അവര് കേൾക്കട്ടെ. സത്യം എന്താണെന്ന് അറിയാലോ. എന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡീറ്റെയിൽസ് പോയിരിക്കുന്നതെന്ന് എനിക്കും അറിയാം റോബിൻ. ഞാൻ ക്യാബിൽ നിന്ന് പോയതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് റോബിൻ എന്തിനാ എന്റെ ക്യാബിൻ കയറിയത്? എന്താ എന്റെ കമ്പ്യൂട്ടറിൽ ചെയ്തായിരുന്നത്? ഇതിനാണ് എന്നെ സംശയിക്കുന്നത്. തന്റെ കമ്പ്യൂട്ടർ ഓണായിരുന്നു, അത് ഓഫാക്കാൻ കയറിയതാ. ഓക്കെ റോബിൻ, ഒരു 5 മിനിറ്റോടെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് ഇറങ്ങാനേ ഉള്ളൂ. പക്ഷേ 25 മിനിറ്റ്സാ റോബിൻ എൻ്റെ ക്യാബിനിൽ ചെലവഴിച്ചിരിക്കുന്നത്. താൻ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തതും CCTVയിൽ നല്ല വ്യക്തമായിട്ട് കാണാനുണ്ട്. താൻ കയറിയ അതേ ടൈമിൽ തന്നെയാണ് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും ജെൻസ് ഗ്രൂപ്പിന് ഇമെയിൽ പോയിരിക്കുന്നത്. ഇതിന് തനിക്ക് എന്താ പറയാനുള്ളത്? CCTVയോ? അത് കംപ്ലൈന്റ് ആണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. സാർ കള്ളം പറയാ കാർത്തിക. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. താൻ എൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത സമയത്ത് CCTV ഫോട്ടോസ് ഇതിലുണ്ട്. അതുപോലെ തന്നെ ആ ടൈമിൽ ഇമെയിൽ പോയതിൻ്റെ ഡീറ്റെയിൽസും. താൻ എൻ്റെ ക്യാബിൽ നിന്ന് ഇറങ്ങിയ ശേഷം തൻ്റെ ഫോണിൽ നിന്ന് ജെൻസ് കമ്പനിയിലെ CEO ദീപക്കിന് കോൾ ചെയ്തതിൻ്റെ കോൾ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു, തൻ്റെ നമ്പർ എന്നുള്ളത്. എന്താ റോബിൻ, ഒന്നും പറയാനില്ലേ? തെളിവിന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? 10 ലക്ഷം രൂപയാണല്ലോ ദീപക്ക് തനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് നിൽക്കുന്നത്. അതിന്റെ തെളിവ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത്രയും കാലം ഇവിടെ സേവനം ചെയ്ത് ഇങ്ങനൊരു ചെയ്ത് വരാനാണല്ലേ? എന്തായാലും ഇനി ഈ സേവനം ഇവിടെ ആവശ്യമില്ല റോബിൻ. റോബിനെ പോലീസുകാരിനെ ഹാൻഡിൽ ചെയ്തോളൂ. ഗെറ്റ് ഔട്ട്. കാർത്തിക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നീ തന്നെ തെളിയിച്ച് പറഞ്ഞു വരും. വെരി ഗുഡ്. അതിന് ഞാൻ ഒറ്റയ്ക്കൊന്നല്ലല്ലോ, നിങ്ങളെല്ലാവരും കൂടി സഹായിച്ചോണ്ടാ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റിയത്. വായും പൊളിച്ച് നോക്കിയിരിക്കാതെ ആ പെങ്കൊച്ചിനോട് പോയി ക്ഷമ ചോദിക്കടാ. കാർത്തിക, ഐ ആം റിയലി സോറി. സോറി പുഴുങ്ങി തൻ്റെ കയ്യിൽ തന്നെ വെച്ചോ. എനിക്കൊന്നും വേണ്ട തൻ്റെ ഒരു സോറി. എനിക്കിഞ്ഞോട് വർക്ക് ചെയ്യാലോ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ തെളിയിച്ചല്ലേ. പിന്നെ ഈ കഴുത്തിൽ ഈ താലി കെട്ടിയോണ്ട് മാത്രം ആയില്ല, ഭാര്യയ്ക്ക് ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കാൻ അറിയണം. വീട്ടിൽ പോയിട്ട് അടിച്ചാൽ മതിയിരുന്നില്ലേ? ഇത് ഓഫീസല്ലേ? ദീപക് അന്ന് നിന്റെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞത്?
ഐ ലവ് യു പറഞ്ഞ് എന്നെ പ്രപ്പോസ് ചെയ്തു. എന്തേ? ശരിക്കും? ചുമ്മാ പറഞ്ഞാണല്ലേ, ഞാൻ പേടിച്ചു പോയി. ശരിക്കും സത്യത്തിൽ എന്താ പറഞ്ഞത്? സൗകര്യമില്ല പറയാൻ. എന്തോ ചെയ്യും? ഞാൻ പറയാമെന്നപ്പോ സമ്മതിച്ചില്ലല്ലോ. ഇപ്പൊ എനിക്ക് പറയാൻ താല്പര്യമില്ല. കാർത്തിക് ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ല നീ? ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരുന്നില്ല. മോള് നീയും കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കണമല്ലോ. ശവത്തെ കുത്താതനാ. അല്ല, ആ ദീപക്ക് അവൾ അടുത്ത് പോയിട്ട് എന്തായാലും സംസാരിച്ചിട്ടുണ്ടാവുക. അവളെന്തൊന്നും പറയാത്ത? കാർത്തിക് മുന്നേ പറയാൻ വന്നപ്പോ നീ സമ്മതിക്കാൻ പറ്റില്ലേ? പറയാൻ അനുവദിച്ചില്ല. ഇപ്പൊ നിനക്ക് എന്താ പറയാൻ ഇത്ര ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ അവനിത്ര അടുത്ത് പോയി എന്ത് സംസാരിച്ചെന്നറിയാം. നീ കണ്ണടച്ച നിനക്ക് മാത്രം എടുത്താവളോടാ. കാർത്തികയുടെ കൂടെ ദീപക്ക് നിൽക്കുന്ന ആ ഫോട്ടോ കണ്ടപ്പോലെ തുടങ്ങി നിനക്ക് ഇളക്കം. അവളെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിന്റെ മനസ്സറിഞ്ഞ് നീ വിശ്വസിച്ചിട്ടും നീ അവളെ അവഗണിച്ചത് അവന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ടല്ലേ? നീ അവളെ വിശ്വസിക്കുന്നില്ലായിരുന്നെങ്കിൽ എന്തിനാടാ എന്നെ അവളുടെ കൂടെ നിർത്തിയത്? അവളെ സഹായിക്കാൻ പറഞ്ഞു വിട്ടത്? മോനെ ജലസി അടിച്ചതാണല്ലോ. ആജോ മോളെ, എവിടെയാണ് നീ? മോളെ ആജുട്ടി, മോൾക്ക് വിശക്കുന്നില്ലേ? നമുക്ക് വല്യമ്മയടുത്തേക്ക് പോയാലോ? നല്ല ഫുഡ് കഴിക്കാം. ഡാഡുണ്ടാക്കിയത് കഴിച്ച് മോള് ക്ഷീണിച്ചല്ലോ. ഇത്രനാളും കണ്ടില്ലല്ലോ എന്റെ ശരീരത്തെ കുറിച്ചിട്ട് ഇതുപോലത്തെ കാര്യം. എന്താ അമ്മ വരില്ലെന്ന് പറഞ്ഞല്ലേ? കണ്ടുപിടിച്ചല്ലോ കൊച്ചു കള്ളി. ഇപ്പോഴത്തെ പിള്ളേർക്ക് കൊടുക്കത്തെ ബുദ്ധിയാ. വേറെ വഴിയില്ലടാ, നമുക്ക് പോവാം. വല്ലാത്ത ചതിയായി പോയി ഡാഡാ. അമ്മ വിളിച്ചിട്ട് പോവാതെ ഇപ്പൊ അമ്മയുടെ പിന്നാലെ വലിഞ്ഞു കയറി ചെല്ലുന്ന അവസ്ഥ. ഷെയിം ഷെയിം പപ്പി ഷെയിം. ആഹാ, ഇതാ ആരൊക്കെ വന്നിരിക്കുന്നേ? അങ്കിത വിരുന്നാറ് വന്നിരിക്കുന്നു. വരൂ വരൂ, ഇരിക്കൂ രണ്ടാളും. സാരില്ല, ചെറുതായിട്ടല്ലേ, സഹിച്ചു പിടിച്ചു നിൽക്കാം നമുക്ക്. ആരായിട്ടാ വിരുന്നാര്? ആ, ഇവരാണോ? എന്താ ഈ വഴിക്കൊക്കെ? അറിയോ? സുഖല്ലേ രണ്ടാൾക്കും? ഏട്ടത്തി കുത്തിയത് മതി. തെറ്റെന്റെ ഭാഗത്താ, സോറി. ഞാൻ കൊടുത്ത ഭക്ഷണം കഴിച്ച് കഴിച്ച് എന്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോയി. കാത്തൂനോട് വീട്ടിക്ക് വരാൻ പറയട്ടത്തി. ഇന്ദ്ര, നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, നീ വേലക്കാരി വെക്കേ. അതിന് നീ കാർത്തൂൻ എന്തിനാ വിളിക്കുന്നേ? കാർത്തൂന്റെ ഭാര്യയല്ലേ ഏട്ടത്തി? ഭാര്യോ? ഇപ്പോഴാണോ നിനക്ക് ആ ചിന്ത വന്നത്? അവളിവിടെ കിടന്ന് സങ്കടപ്പെടുന്ന സമയത്ത് എവിടെയായിരുന്നു ഈ ഭർത്താവ്? ഭാര്യയുടെ കൂടെ കണ്ടില്ലല്ലോ. ഇപ്പൊ ഭാര്യ അന്വേഷിച്ച് വന്നിരിക്ക. അവളിവിടെ ഇല്ലാത്തത് നിന്റെ ഭാഗ്യം. എനിക്ക് അവളെ കുറിച്ച് ചിന്തയുള്ളോണ്ടാ ഞാന് നരനെ അവളുടെ ഒപ്പം വിട്ടത് എല്ലാ കാര്യത്തിലും. എന്നാ ഒരു കാര്യം ചെയ്യാം, അവളുടെ കെട്ടുതാലി അങ്ങ് ഊരി കഴിഞ്ഞിട്ട് ഞങ്ങൾ നരനെ കൊണ്ട് അവളെ കെട്ടിക്കാം. എന്ന്? അച്ചൂടാ, വിളിക്കുമ്പോ ചുമ്മാ പറഞ്ഞതല്ലേ. ഈ ആജുമോളേനും ഞങ്ങളുടെ കാർത്തുക്കുട്ടീനും ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. ഏട്ടാ ഏട്ടത്തി പ്ലീസ് ക്ഷമിക്കേ, പറ്റിപ്പോയി. അവളെന്റെ അടുത്ത് അന്നാ നോണ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് അന്ന് കാർത്തികമോട് ഒരു നോണ പറഞ്ഞെന്ന് പറഞ്ഞ് എത്ര നീ അതിനെ കുത്തി വേദനിപ്പിക്കും? എടാ, നീയെ ഇപ്പൊ നോണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളോടും നിന്നോടും. നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കേ, കാർത്തികമോളോട് ഒരു ഫീലിങ്സ് ഇല്ലാതെയാണോ നീ ഇവിടെ അവളെ തേടി വന്നത്? അവളില്ലാനായിട്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ദീപകിന്റെ ഒപ്പം കാർത്തികമോളെ കണ്ടപ്പോ നീ അവളെ അവോയ്ഡ് ചെയ്തത് എന്തുകൊണ്ടാ? അതിന് ഉത്തരം പറ. എനിക്ക് ഉപദേശിക്കാനൊന്നും അറിയില്ല, എന്നാലും പറയാ, പഴയ കാര്യങ്ങളൊക്കെ മറന്ന് മുന്നോട്ട് ജീവിക്കാൻ നോക്ക്. എത്ര നാൾ നീ നിന്റെ മനസ്സിനോട് കള്ളം പറയും? നീ നിന്റെ ജീവിതം തന്നെ തകർക്കല്ലേ. നിന്റെ മനസ്സിൽ കാർത്തിക മോളുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും നീ എന്താ മനസ്സിലാക്കാത്തെ? ഇന്ദ്ര, മനസ്സിലുള്ളത് അവളുടെ അടുത്ത് തുറന്നു പറയാൻ നോക്ക്. മോളെ ആജു, വാ, ചേട്ടായിയെ കാണണ്ടേ നിനക്ക്? ഹലോ,
രണ്ടുപേർക്കൊരു റൂമിൽ എന്താ പരിപാടി? ചെറിയമ്മ ഞങ്ങൾ കളിക്കാം. ചെറിയമ്മ കൂടുന്നോ? വാ നമുക്ക് കളിക്കാം. ഞാനില്ല, കളിക്കാൻ കൂട്ടിനൊരാളെ തരാം. അതാരോ വല്യമ്മേ ഞങ്ങൾക്ക് കളിക്കാൻ പുതിയൊരു കൂട്ട്. ആജു, ഓ ചേട്ടായുടെ വാ വന്നല്ലോ ആജുക്കുട്ടി. ആജുസി തന്നെയാണ് വന്നത്? എന്നെ അമ്മയും കാണാൻ വന്നതാണോ? ആ താരാർന്ന് വഴക്ക് പറയില്ലടാ. ശരിക്കും അമ്മയില്ലാത്ത തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും അമ്മയുടെ പേര് വിളിച്ചോണ്ടിരിക്കും. സത്യം പറഞ്ഞ ഡാഡിയുടെ ഫുഡ് കഴിച്ച് ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്ന എനിക്ക് അത്ഭുത. എന്നിട്ട് ഡാഡി എവിടെ ഭാവി? അമ്മേനെ പേടിയിൽ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയില്ലേ, അതുകൊണ്ട് പിന്നാലെ വെച്ച് പിടിച്ചിട്ടുണ്ട്. എന്തായാലും രണ്ടാളും ഇനി ഡാഡിയുടെയും അമ്മയുടെയും കാര്യമടിച്ച് തല പോയിക്കേണ്ട. നമുക്ക് കളിക്കാം. അതല്ലേ ചെറിയ നല്ലത്. 10 പാസ്സായതിന്റെ അഹങ്കാരം കാണിക്കില്ലടാ. എൻട്രൻസ് വരുമല്ലോ, അപ്പൊ ശരിയാക്കി തരാം. 10 കഴിഞ്ഞാലെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുന്ന അപ്പോഴും സമ്മതിക്കില്ലേ? ഇനി എൻട്രൻസ് കൂടി വേണോ? ഓ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് തലയിൽ ആറ്റം തന്നെ വീണാ മതി. അത് കേക്കണ്ട. കാർത്തൊക്കെ എടുക്കുന്നില്ലേ? സാറിന്റെ ഉദ്ദേശം എന്താ? ഈ ബ്ലാങ്കറ്റ് പിടിച്ച് എന്തുദ്ദേശിക്കാൻ? നീ എന്താ പറയുന്നത്? ഒരു ഉദ്ദേശല്ലേ, നമുക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു. എന്നിട്ട് സാർ എന്റെ പിന്നാലെ വന്നത് എന്താണെന്നറിയാൻ എനിക്ക് കുറച്ച് ആകാംക്ഷ കൂടുമല്ലോ. സോറി, ഈ വാക്കുകൊണ്ട് ഒന്നും ആവില്ലെന്നറിയാം. തെറ്റ് ചെയ്ത് ഞാൻ തന്നെയാ. തന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കാതിരുന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഈഗോ തന്നെ ദീപക്കിൻ്റെ ഒപ്പം കണ്ടപ്പോൾ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അവോയ്ഡ് ചെയ്തത്. സാർ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദീപക്കിന്റെ ഒപ്പം എന്നെ കണ്ടതിന് സാർ തന്നെ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? തന്നെ ദീപക്കിൻ്റെ ഒപ്പം കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ താൻ എൻ്റെ മോൻ്റെ മനസ്സിൽ മാത്രമല്ല എൻ്റെ മനസ്സിലും കയറിക്കൂടി. നമ്മളെല്ലാവരും ഒരു കുടുംബമായിട്ട് ജീവിച്ചപ്പോൾ എന്നറിയില്ല ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നീ എൻ്റെ വൈഫാണെന്ന്. നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ താല്പര്യം തന്നു. ഐ റിയലി ലവ് യു കാർത്തിക. ലവ്? സാറും കള്ളം പറയാൻ തുടങ്ങിയോ? നമുക്കിടയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് സാറ് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? കാർത്തിക, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷെ ഇപ്പം എനിക്ക് ശരിക്കും ഇഷ്ടം തന്നെ. സത്യമാണ് ഞാൻ പറയുന്നത് കാർത്തിക. എന്താ ചെയ്യേണ്ടത് സാറിന്? സാറിനെ ഹക്ക് ചെയ്ത് തിരിച്ച് ഐ ലവ് യു പറയണോ? സാറിനോട് അന്ന് വീട്ടിൽ വെച്ച് ഞാൻ ചോദിച്ചല്ലേ എന്നെ വിശ്വസിക്കുന്നുണ്ടോന്ന്. വെറുതെങ്കിലും വിശ്വസിക്കുന്നുണ്ടെന്നൊരു വാക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം ആവില്ലായിരുന്നു. എനിക്ക് ആവശ്യമുള്ള സമയത്ത് എൻ്റെ കൂടെ നിൽക്കാതെ എന്നെ വേദനിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇപ്പോൾ വന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണ്ടേ? തെറ്റുപറ്റിപ്പോയെന്ന് വൈകിയ മനസ്സിലായത് കാർത്തിക. മനസ്സുകൊണ്ട് മാത്രമേ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. വാക്കുകൊണ്ട് നിന്നെ ഒന്നും സമാധാനിപ്പിക്കാൻ ഞാൻ നിന്നിട്ടില്ല. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിന്നെ തടഞ്ഞു നിർത്തുകയില്ല. ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കാർത്തിക. ഞാൻ കാത്തിരിക്കാം എത്ര നാളെ വേണമെങ്കിലും നിന്റെ സ്നേഹത്തിന് വേണ്ടി, എന്നോട് ക്ഷമിക്കുന്നവരയ്ക്കും. ഇന്ദനും കാർത്തികയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാ? കാർത്തമോളി തനിച്ച് വന്നപ്പോഴേ എനിക്ക് തോന്നി. പിള്ളേരും ഉണ്ടായിരുന്നില്ലല്ലോ, അവളുടെ മുഖത്തൊരു വാട്ടും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നാലെ അളിയൻ വന്നപ്പോൾ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവര് തമ്മിൽ തീർത്തോളൂ. അവരുടെ പ്രശ്നം തീർന്നാ മതിയായിരുന്നു. അവരുടെ കാര്യം മാത്രം മതിയോ? നമ്മുടെ കാര്യം നോക്കണ്ടേ? എത്ര നാളായി എൻ്റെ ഈ സുന്ദരി പെണ്ണിനെ ഞാൻ ശരി. അയ്യോ ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ കുരുട്ടെന്താ ഇവിടെ? കുട്ടികളോട് രാവിലെ നേരത്തെ എണീക്കാൻ പറഞ്ഞാൽ മാത്രം പോരാ, രാത്രി അവരെ വരാൻ മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കണം. എന്താ രണ്ടാളും കൂടെ ഇവിടെ ചെയ്യുന്നേ? നീ എന്താ ഇവിടെ കിടക്കുന്നേ? നീ അച്ഛമ്മയുടെ തല കിടക്കാറ്. അവിടെ പോയി കിടക്കണ ചെറുക്ക. അച്ഛനമ്മയും കുറച്ചൊന്ന് സംസാരിക്കാനുണ്ടടാ. ഇല്ല, ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്നത്. എനിക്കിന്ന് ഡാഡിയുടെ അമ്മയുടെ ഒപ്പം കിടക്കണം. ഗുഡ് നൈറ്റ്. ഓ എടി, നീ ഇപ്പൊ ഇടങ്ങി നിന്റെ വീട്ടിൽ പോടി, ഞാൻ പിന്നാലെ വരാം. ആ ഞാനും വരും. ഇത് ഉറങ്ങിയില്ലേ?
ഇനിയിപ്പോ ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. എന്തായാലും പെങ്ങളായിട്ട് പേച്ചപ്പ് ആയില്ലേ? ആളിങ്ങനെ എങ്ങനെ മനസ്സിലായി? എന്തെങ്കിലും വഴിയുണ്ടോ? അടുക്കുന്നില്ല അവള്. ഒരു ചെറിയ വഴിയുണ്ട്. പിറകിലോട്ടൊന്ന് നോക്ക്. ഓടിപ്പോരി, ഞാനിവിടെ നിൽക്കുന്നില്ലേ? എന്താ ഇത്ര നേരമായിട്ട് വന്ന് ആക്കിയതില്ലേ? വല്ലാത്ത ഐഡിയാണല്ലോ. അതിന് നീ വെള്ളം എന്തിനാ എടുക്കുന്നത്? നോ, ഏയ്, നോ നോ, ഒഴിക്കരുത്. അയ്യേ, ഒഴിച്ച്. നിക്കടി അവിടെ. എടി നിക്കാൻ. ഞാൻ നിക്കില്ല. എന്റെ ഐഡി എന്തായാലും കാര്യം കണ്ടു. അത് മുന്നേ നിങ്ങൾ എൻ്റെ അടുത്ത് പ്രയോഗിച്ചതല്ലേ, പക്ഷെ അവളുടെ അടുത്ത് ഏറ്റില്ല. ഏറ്റില്ലെങ്കിൽ എന്താ, അവരുടെ ഇപ്പൊ ഹാപ്പിയല്ലേ, അത് മതി. ഇപ്പോഴും എന്നോടുള്ള പിണക്കം മാറിയില്ലേ? കുറച്ച് ദിവസമായില്ലടോ. സംസാരിക്കാൻ നിൽക്കാതെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ നോക്ക്. ക്യൂട്ട് വോയിസിന് ഇങ്ങനെ ദേഷ്യപ്പെടാതെ. കാലത്തെ ഒരു കുളി കഴിഞ്ഞതാ, അതുകൊണ്ട് ഇപ്പൊ സോപ്പിടട്ട. സത്യനോട് മാറി. തന്റെ ഫേസിന് എത്ര ക്യൂട്ടാ തന്റെ വോയിസ്. ഓഫീസിൽ പലരും തന്റെ പിന്നാലെയാണെന്ന് എനിക്കറിയാം. സമയം ഒരുപാടായല്ലോ, കുട്ടികളവിടെ തിരക്കുന്നുണ്ടാവും. വേഗം വണ്ടി ഓടിക്കാൻ എന്നോട് സംസാരിക്കരുതെന്ന്. ഓക്കെ, ഞാൻ മിണ്ടുന്നില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, എനിക്ക് എന്റെ കുട്ടികളെ കാണാൻ തീർച്ചയായി. ബമ്മ ഡാഡാ, ദേ ചെറിയച്ഛനും ചെറിയമ്മയും വന്നു. ആഹാ, എന്തായാലും വന്നോ? എന്താടാ ഇന്ദിര, കാർത്തിക് മോളെ ഒന്ന് കൊണ്ടുവരാൻ പോയിട്ട് 3-4 ദിവസമായല്ലോ. ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? എന്താ ഡാഡാ, ഞങ്ങളെ ഓർമ്മയുണ്ടോ? ഞങ്ങള് 2 പിള്ളേർ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ കറങ്ങാൻ പോയല്ലേ? അന്ന് നമ്മൾ വീട്ടിൽ പോയി നിന്നപ്പോ ഡാഡ വന്ന് നിന്നില്ലല്ലോ, അതുകൊണ്ട് അമ്മമ്മ നിർബന്ധിച്ചതാ കുറച്ച് നിൽക്കാൻ. അങ്ങനെ നിന്നതാ. ഡാഡ നിങ്ങളെ കൊണ്ടുവരാൻ വരാന്ന് പറഞ്ഞല്ലേ, നിങ്ങൾ വരാൻ കൂട്ടാക്കിന്നിട്ടില്ലേ? കേട്ടു അജൂസി, ചേട്ടായും കേട്ടു. ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, നമ്മളെ ആർക്കും വേണ്ട. ഡാഡയെ സപ്പോർട്ട് ചെയ്യാനും ഡാഡേനെ ചിലർക്കൊക്കെ വേണ്ടു, അല്ല അജുവാവേ? ഇപ്പൊ മനസ്സിലായി എന്റെ ഭാര്യ എന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ളത്. അസൂയക്കും മുസുമ്പനൊന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നോട്ട് പോയിന്റ്, എന്റെ ഭാര്യ. എല്ലാരും കേട്ടല്ലോ, 2-3-4 ദിവസം ഹണിമൂണ് പോയിന്റെ ഗുണമുണ്ട്. ഒന്ന് പോയെടുത്തി. ഹണിമൂണോ? വീട്ടിൽ പോയതല്ലേ എടുത്തി? എവിടെ പോയാലും അത് ഹണിമൂണ് തന്നെയാ. നിങ്ങൾ 2 പേരും മാത്രല്ലേ പോയത്, പിന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എന്താ, വല്ല വിശേഷത്തിനും സാധ്യതയുണ്ടോ? ഞങ്ങൾ കാത്തിരിക്കട്ടെ. ചെറിയമ്മ, എന്ത് വിശേഷത്തിന്റെ കാര്യം പറയുന്നത്? അങ്ങനെ ഒരു ദിവസമുണ്ട്, ഒരുവിധ ആൾക്കാർ ആ വിശേഷത്തിന് വേണ്ടി കാത്തിരിക്കും. ഉമ നിർത്തുന്നുണ്ട് അവരെ കളിയാക്കാൻ നിൽക്കല്. ആ പിള്ളേരുടെ മുന്നിൽ എന്തൊക്കെ പറയണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒന്നാമതേ നീ കാരണം 3 നല്ല വഷളം. ഇനി കൂടുതലാക്കല്ലേ. മതി വർത്താനൊക്കെ പറഞ്ഞത്, പോയി ഫ്രഷ് ആവാൻ നോക്കിയേ. കണ്ണു എടുത്തോ, ഞാൻ ഡ്രസ് ഇട്ടു. ഇത്രയും നാണിക്കാൻ എന്താ? നീന്റെ ഭാര്യയല്ലേ, എന്റെ എല്ലാം കാണാനുള്ള അധികാരം നിനക്കുണ്ടല്ലോ. അത്രയ്ക്കും തെറ്റിട്ടില്ല. നിങ്ങളിപ്പോ എന്റെ മുന്നിൽ തുണിയില്ലാതെ വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ തമ്മില് അങ്ങനെയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. മനസ്സിരിപ്പ് കൊള്ളാലപ്പോ. എന്നിപ്പോ നിക്കടായിട്ട് കാണാൻ ആഗ്രഹമുണ്ടല്ലേ? ഇപ്പോഴാണെങ്കിൽ ഇപ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ല. തന്റെ ആഗ്രഹം
ആരുടെ ആഗ്രഹം? ഞാൻ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ഞാൻ ഫ്രഷ് ആവാൻ പോട്ടെ. എന്തൊക്കെ ഈ പറയുന്നത്? തന്റെ ആഗ്രഹം ഞാൻ എന്തായാലും സാധിപ്പിച്ചിരുന്നുണ്ട്. ഇപ്പൊ ഓടിക്കോ. ആ പിന്നെ കാർത്തു, നാളെ നമുക്ക് ഒരുമിച്ച് ഓഫീസിൽ പോവാം കേട്ടോ. നാളെ ഒരു ന്യൂ ഡിസൈനർ വരുന്നുണ്ട്, കേട്ടല്ലോ? ഓക്കെ. ആജുക്കുട്ടിയല്ലേ, ഒരു പീസും കൂടി കഴിക്ക്. ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങി വരും. നാളേക്ക് വേണ്ടി ഈ ഒരു പീസും കൂടി. ഒരു പീസും കൂടി കഴിക്ക്. കേട്ടായിക്ക് വേണ്ടി. മതിയോ? ഇനി കഴിക്കാൻ എന്താ ഉള്ളു? പ്ലേറ്റ് കാലിയല്ലേ? ആഹാ, എന്റെ കുട്ടീനെ പറ്റിച്ചോ? എന്റെ കുട്ടീനെ പറ്റിച്ചോരേ. നമുക്ക് വിളിച്ചത് ചോറ് എടുത്ത് ഇരുട്ടത്ത് കിടത്താം. എല്ലാവരും ചെറിയ കുട്ടിയാണെന്ന് കരുതി എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പറ്റിക്കപ്പെടെ ആദ്യത്തെ ജീവിതം ഇനിയും ബാക്കി. എന്റെ കൊച്ചിനെ എടുത്ത് പറ്റിക്കാൻ നിൽക്കരുത്. ചോദിക്കാനും പറയാനും ഞാനുണ്ട് ഇവിടെ. അമ്മയുടെ ക്യൂട്ട്നെസിന്റെ താരറാണി. വായ കഴുകിത്തരാം. മതി നിന്റെ പരാതി പറച്ചില്. ആജിമോൾക്ക് ക്യൂട്ട്നെസ് കൂടി വരികയാണെന്നാ തോന്നുന്നത്. ഇന്ദ്ര, ഞാനും ഇത്രയും കൂടി ഒരു ബിസിനസ് ടൂറിന് വേണ്ടി പോവാ. നീ ഓഫീസിൽ നിന്ന് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ ഓഫീസിൽ ഏതാ പുതിയ ഒരാൾ വരാൻ പോകുന്നത്? നാരന്റെ ഫ്രണ്ടാ. 2 മാസം മുന്നേ അവൻ ബാംഗ്ലൂർ ഒരു മീറ്റിങ്ങിന് പോയില്ലേ, അവിടെ വെച്ച് പരിചയപ്പെട്ടതാ. ആള് നാട്ടിലേക്ക് വരികയാണ്, ഇവിടെ സെറ്റിൽ ചെയ്യാൻ നോക്കുകയാണെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഇവിടെ കമ്പനിയിൽ ഓഫർ കൊടുത്തപ്പോ ആള് അക്സെപ്റ്റ് ചെയ്തു. സോറി കാർത്തിക, നീ ഇതെവിടെ എന്താ ചെയ്യുന്നേ? ഇന്ദ്രസാരത്തിന്റെ ക്യാബിനിലേക്ക് വിളിക്കുന്നത്. അയ്യോ, ദാ വരുന്നു. സോറി സാർ, അറിയാതെ പറ്റിയതാ. സോറി. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഇന്ദ്ര സാർ. സാർ എന്നെ വിളിച്ചോ? സാർ, ഇന്ദ്ര സാർ. സാർ, ദേ പൊട്ടം കളിക്കാൻ നിൽക്കരുത് കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യപ്പെടാതെ എന്റെ കാർത്തുക്കുട്ടി, കാണാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് വിളിപ്പിച്ചതാ. ദേഷ്യപ്പെടുമ്പോഴും ഈ വോയിസ് എങ്ങനെ ക്യൂട്ടായിരിക്കുന്നു. ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ തലയ്ക്ക് വല്ല അടിയും കിട്ടിയോ? രാവണന്റെ സ്വഭാവത്തിൽ നിന്ന് കൃഷ്ണന്റെ സ്വഭാവത്തിലേക്ക് ഇത്ര ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട്. സോറി, ഇവിടെ ഉണ്ടായിരുന്നോ? നരേനോ? സാറും തന്നെ വിളിച്ചാൽ മതി. ഇത്ര പെട്ടെന്നെന്താ നരേന്നൊക്കെ ആയത്? അതൊക്കെ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞങ്ങൾ ചേട്ടനനിയത്തി പലതും വിളിക്കും. അതൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? അല്ലേ കാർത്തു? May come in? Yes, come in. Hi, good morning guys. ഇന്ദ്ര, ഇതാണ് റിജിൽ, ഞാൻ പറഞ്ഞ ആള്. റിജിൽ ഇതെന്റെ ഫ്രണ്ടാണ്, എന്റെ പാർട്ട്ണറാണ്, പിന്നെ ഇവിടുത്തെ മാനേജറുമാണ് കേട്ടോ ഇന്ദ്രൻ. ഇത് കാർത്തിക, പ്രോജക്റ്റിന്റെ ഹെഡാണ്. ഹായ് റിജിൽ. ഹായ് സർ, നൈസ് ടു മീറ്റ് യു ഇന്ദ്ര സർ. ആൻഡ് ഹായ് Kartika. Oh, your name is very nice, Kartu, and you are very beautiful. Excuse me. Yeah, yes sir. Nothing. തനിക്ക് വർക്ക് ചെയ്യാൻ പോവാം. നരേൻ പിടിച്ചോണ്ട് പോടാ. ഈ ചെറുക്കം വന്നപ്പോ തന്നെ പണി മേടിച്ചല്ലോ. റിജിൽ, നമുക്ക് പോവാം. ഞാൻ വർക്കൊക്കെ പറഞ്ഞുതരാം. കാർത്തു ബേബി, റിജിന്റെ അടുത്ത് എത്ര കൂട്ടുകൂടണ്ട. അതിനെ കണ്ടിട്ടേക്ക് അത്ര നന്നായിട്ട് തോന്നണില്ല. വഴിഞ്ഞൊഴുകുന്നു. എന്റെ പാത്രം പിടി താഴെ. അത്ര ഓവറൊന്നുമല്ല. ഹലോ, ഇതെന്താ ഇവിടെ കിടക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ? ഉറങ്ങിയിട്ടില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാതെ. എഴുന്നേറ്റ്. എനിക്ക് ഉറങ്ങണം. വീട്ടിൽ അവിടെ അടങ്ങി കിടക്കടി. വീട്
ഇത് എൻ്റെ റൂമല്ലേ? ഇവിടെ എന്താ വന്ന് കിടക്കുന്നത്? എന്റെയൊന്നും നിന്റെയൊന്നൊന്നുമില്ല, നമ്മുടെ റൂം. ഞാൻ ഇനി മുതൽ ഇവിടെ കിടക്കുന്നത്. അതെങ്ങനെ ശരിയാവാനോ? ഒന്നും ശരിയാവില്ല. അത് ശരിയാവും, ഞാൻ ശരിയാക്കി എടുത്തോളാം. ഞാൻ നിന്റെ കൂടെ നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുള്ളൂ. കാർത്തു, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കാം, നിന്റെ മുഖം ആകെ വാടിയിരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. പ്രോബ്ലം ഉണ്ടെങ്കിൽ? ഞാനാണോ? അല്ല, പിന്നെ ആര് കാരണം പ്രോബ്ലം? റിജിൽ, അവനാ പ്രോബ്ലം. എൻ്റെ എക്സ് ഹസ്ബൻഡാ. അതാണോ തീട്ടി? ആ മരണം എന്താന്ന് മുന്നേ പറയുന്നേ? അല്ല, നിനക്കത് ഓഫീസിൽ വെച്ച് പറയാറുന്നില്ലേ? ഞാൻ അവനെ അപ്പം തന്നെ അടിച്ചിറക്കിയില്ലല്ലോ. നാരൻ എങ്ങനെ ഇതൊക്കെ അറിയാനാ? എന്താ ഇന്ദ്ര അത്? ആലോചിച്ചിട്ട് പറയും. വെറുതെ രോഷം കൊള്ളൊന്നും വേണ്ട. അവനിപ്പോ ഒന്നും ചെയ്തില്ലല്ലോ. അവന് വലുത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കണോ? അവന്റെ ആ നോട്ടും കറുത്തുവിളിയും ഒലിപ്പേരും കണ്ടപ്പോഴേ മനസ്സിലാവും ഉടായ്പാണെന്ന്. അവനെ കണ്ടുകഴിഞ്ഞാൽ സംസാരിക്കണമെന്ന് നിൽക്കരുത്, ഒരു മീറ്റർ അകലെ പോയി നിന്നോണം. 1 മീറ്റർ അകലെ? സാറിന് എന്ത് പറ്റി? ജലസാണോ? ആണെങ്കിൽ അതിനിപ്പോ എന്താ? നീ എന്റെ ഭാര്യയല്ലേ? അവന്റെ ഒലിപ്പേരിലൊന്നും വീഴില്ലെന്ന് എനിക്കറിയാം, എന്നാലും എനിക്കിഷ്ടല്ല. ഞാൻ അതിൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ അവനായിട്ട് സംസാരിക്കാൻ വന്നാൽ ഞാൻ സാറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തോളാം. സാർ അവന് പണി കൊടുത്തോളൂല്ലോ. സാർ അവന് നല്ല പണി കൊടുക്കുന്നുണ്ട്. പണിയെടുക്കാനല്ല വന്നിരിക്കുന്നത്, അവന് പണി എടുപ്പിക്കുന്നുണ്ട് ഞാൻ. ഇവനാരെ നോക്കി ഇളിച്ചോണ്ടിരിക്കുന്നേ? കാർത്തൂനെ നോക്കി വെള്ളം ഇറക്കിയിരിക്കുള്ള തിണ്ടി. നിനക്കുള്ള പണി ഞാൻ തരാടാ. റിജിൽ? യെസ് യെസ് ശങ്കർ. റിജിലിനെ ഇന്ദ്ര സാറ് വിളിക്കുന്നുണ്ട്, ഇപ്പൊ തന്നെ ചെല്ലാൻ പറഞ്ഞു. ഓക്കെ ശങ്കർ. സാർ എന്താ വിളിച്ചത്? എന്ത് ഡിസൈനാണോ അത്? തനിക്ക് ഡ്രോയിങ് ചെയ്യാൻ അറിയില്ലേ? ന്യൂ കാറിന്റെ ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞപ്പോ ടോയ് കാറിന്റെ ഡിസൈൻ ആണ് താൻ വരച്ചു വെച്ചിരിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ ശരിയാക്കി കൊണ്ടുവരണം. സാർ ഞാൻ ശരിക്കാ വരച്ചത്. എനിക്കിത് കണ്ടിട്ട് തോന്നില്ലല്ലോ ശരിക്കാ വരച്ചതെന്ന്. 5 മിനിറ്റേ ഉള്ളൂ, അതിനുള്ളിൽ ശരിയാക്കിക്കോണം. സാർ ഇതിൽ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു സാർ. അത് താനല്ല, ഞാനാ പറയേണ്ടത്. ഇതെന്താണ് വണ്ടിയുടെ ബോഡി സ്ട്രക്ചർ ഇതുപോലെ ഇരിക്കുന്നേ? ഇത് എന്ത് പഴയ മോഡൽ രാത്രി സാധനം അല്ല എനിക്ക് വേണ്ടത്, ന്യൂ വേഷൻ ആണ്. എടുത്തോടി പോണോ? വേറെ കൊണ്ടുവരും സാർ. സാർ ഈ മോഡൽ നോക്കൂ സാർ, ഇതൊക്കെയാ. എന്തോ നാടോ. ഗെറ്റ് ഔട്ട്. ഹായ് രുചി, തിരക്കിലാണോ? ഇന്ദ്ര സാറ് നല്ല ദേഷ്യത്തിലാണ്. ഞാൻ കൊണ്ടുവന്ന ഡിസൈനൊക്കെ റിജക്റ്റ് ചെയ്യുക ആള്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. സാറിൻ്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. സാർ എപ്പോഴും ഹൈപ്പറിലാണ് നിൽക്കുക, ഇപ്പോഴും ദേഷ്യപ്പെടും. എനിക്ക് ഫസ്റ്റ് ടൈം ഒരാൾ എൻ്റെ ഡിസൈൻ റിജക്റ്റ് ചെയ്യുന്നതും അതും എന്നെ അങ്ങനെ ചീത്ത പറയുന്നതും. ഇന്ദ്ര സാർ കുറച്ചിടയ്ക്ക് വെച്ച് കൂളായിരുന്നോ? കാർത്തികയുടെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം. കാർത്തികയുടെ എന്ത് പ്രശ്നം? കാർത്തിക നിക്ക്. കയ്യിന്ന് വിട്. റിജിലിന് എന്താ വേണ്ടത്? എന്റെ കൈ കയറി പിടിക്കാനൊന്നും നിൽക്കരുത്. കാർത്തു, നീ ഓക്കെ അല്ലേ? നീയും ഇന്ദ്ര സാറും തമ്മിൽ എന്താ പ്രശ്നം? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഇന്ദ്ര സാറും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അത് ചോദിക്കാൻ താനാരാ? താൻ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാൾ മാത്രം, ഒരു വ്യക്തി. അതിനപ്പുറം ഒരു ബന്ധം നമ്മൾ തമ്മിലില്ലല്ലോ. എന്റെ ജീവിതത്തിൽ കയറി ഇടപെടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. എന്റെ കാര്യങ്ങൾ നോക്കാൻ എന്റേതായ ആൾക്കാരുണ്ട്. തനിക്കിവിടെ പണി തന്നത് ചെയ്യാൻ നോക്ക്. എന്റെ അടുത്ത് സംസാരിച്ചാൽ കൂടുതൽ പണി കിട്ടും. ഇപ്പൊ തന്നെ സന്ധ്യയായി തുടങ്ങിയില്ലേ? ഇനി എപ്പോ പോവാനാ പുറത്തേക്ക്? ഒന്നാമതെ ഡാഡിയും അമ്മയൊക്കെ വരാറായി തുടങ്ങി. നമുക്ക് വേഗം വരാം. ഐസ്ക്രീം ഒക്കെ മേടിക്കില്ലേ വീണ്ടും? ആജു വരുന്നുണ്ടോ കൂടെ? ഓ, ഈ ചുന്ദരിക്കുട്ടിക്ക് കേക്ക് മാത്രല്ല മിഠായി കൂടി മേടിച്ചു തന്നിരിക്കും. അർഷു, ഇഷു, ആജുട്ടിയെ നോക്കിക്കോണം. പിന്നെ അവൾക്ക് അധികം മിഠായി ഒന്നും മേടിച്ചു കൊടുക്കരുത് കേട്ടോ. അവളുടെ പല്ലിന്റെ കംപ്ലൈന്റ് ഇപ്പൊ തീർന്നു വരുന്നേ ഉള്ളൂ.
എന്താ റിജിൽ, തനിക്ക് എന്താ വേണ്ടത്? താൻ എന്തിനാ എന്നെ ഫോളോ ചെയ്തേ? അയ്യോ, നീ തെറ്റിദ്ധരിക്കില്ലേ? എനിക്ക് നമ്മുടെ കുഞ്ഞിനെ കണ്ടാൽ കൊള്ളാനുണ്ട്. നമ്മുടെ മോളും? ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് നീ അവളെ കുറിച്ചൊന്ന് ചോദിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് അവളെ കാണണമെന്ന് പറഞ്ഞ എന്റെ മുന്നിൽ നിനക്ക് എങ്ങനെ വരാൻ തോന്നി? കത്തു, കാണാൻ ആഗ്രഹമില്ലാണ്ടല്ല, ബട്ട് നിന്റെ മുന്നിൽ വരാൻ എന്റെ മടി കൊണ്ടാ. നീയും മോളും എന്റെ ജീവിതത്തിന് പോയപ്പോൾ ഞാൻ തരിച്ചായ പോലെയായി. നീ പോയതിനു ശേഷം ഒരുപാട് പെൺകുട്ടികളായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അവരാരും നിന്റെ എത്ര വന്നിട്ടില്ല കത്തു. നീ ഇല്ലാതെ ഞാൻ ഒരുപാട് ദുഃഖിച്ചു. എനിക്കിതിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അത് നിന്റെ തോന്നൽ മാത്രമായിരിക്കട്ടെ, ഇല്ലെങ്കിൽ അത് നിന്റെ ജീവനും ജീവിതത്തിന്റെ ആവത്താ. എന്റെ ഏട്ടൻ നിന്നെ തേടി വരാനിരുന്നപ്പോ തടഞ്ഞു നിർത്തിയത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല. എന്റെ ജീവിതത്തിൽ നിന്റെ പേരും പറഞ്ഞ് ഈ പ്രശ്നത്തിന് താല്പര്യമില്ലാത്തോണ്ടാ. നിന്റെ അധ്യായം ഞാൻ അന്നേ അടച്ചതാ. എന്നെ എന്റെ മോളെ വെറുതെ വിട്ടേക്ക്. ഞങ്ങളുടെ ജീവിതത്തിൽ റിജിൽ എന്ന ഒരാളുടെ പേര് പോലെ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആജൂസി, അമ്മയല്ലേ നിൽക്കുന്നത്? അമ്മയുടെ കൂടെ ആരായി നിൽക്കുന്നേ? കാർത്തു, നിക്ക്, ഞാൻ പറയട്ടെ. ഇതെന്തോ വയ്യവല്ലിയടാ. അങ്ങനെ ചെറിയമ്മയുടെ കയ്യെ കയറി പിടിച്ചു. നീ കാരണം എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഹൈ, ചെറിയമ്മ നല്ല അടി തന്നെയുള്ള അവന്റെ കാരണത്ത് നോക്കി കെടുത്തത്. അവന് കിട്ടേണ്ടത് തന്നെയാ. അമ്മയുടെ കൈ കയറി പിടിച്ചിട്ടില്ലേ? പക്ഷേ അമ്മ എന്തിനാ കരഞ്ഞത്? അമ്മേനെ കരയിപ്പിച്ച് അവനെ വെറുതെ വിടാൻ പാടില്ലേ ഹർഷേട്ടാ? ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഈ ചോരത്തൊഴുപ്പ് വേണോടാ? അടങ്ങ് നീ. നമുക്ക് അവൻ ആരാന്നൊക്കെ അറിയണ്ടേ? എന്നിട്ട് പണി കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ എന്തായാലും വീട്ടിക്ക് വാ. നേരം വൈകി ചീത്ത പറയും. അറിയില്ല വാവേ, നമുക്ക് അമ്മയെടുത്ത് ചോദിച്ചു നോക്കാം. പിന്നെ ഈ അങ്ങളുടെ കാര്യം ഡാഡയെടുത്ത് പറഞ്ഞ് ആ അങ്ങളിനൊരു പണിയും കൊടുക്കാം. ഇന്ദ്ര, എന്തിനാ റിജിലിനെ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? എന്താ, നിനക്ക് അവനോട് സഹതാപം തോന്നുന്നുണ്ടോ? സഹതാപൊന്നുമില്ല ഇന്ദ്ര. റിജിൽ ചെയ്യുന്ന വർക്കൊക്കെ നല്ല അടിപൊളിയാ. ഡ്രോയിങ് ഒക്കെ നന്ന. അതിങ്ങനെ റിജക്റ്റ് ചെയ്യുന്നത് അവനെ ടോർച്ചർ ചെയ്യാൻ തന്നെ എനിക്കറിയാം. പക്ഷേ ഒരാളുടെ കഴിവിനെ എങ്ങനെ മോശമാക്കുന്നത് ശരിയല്ലല്ലോ ഇന്ദ്ര. നിനക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ അവനെ ടോർച്ചർ ചെയ്തൂടെ? ഒന്ന് മതിയാക്കുന്നുണ്ടോ അവന്റെ കാര്യം പറയുന്നത്? ആ ജോസേ, നിന്നെ ചേട്ടായി ഉറക്കി തരാം. എന്തിനാ ഡാഡയുടെ അമ്മേനെയും ബുദ്ധിമുട്ടിക്കുന്നത്? നമുക്കിന്ന് എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാം. നല്ല രസമായിരിക്കും. വാ ചേട്ടായി. വാവേ, അങ്ങനെയൊന്നും ചോദിക്കല്ലേ. അങ്ങോട്ട് നോക്കണ്ട നീ. കണ്ണുമൂട്. അമ്മയുടെ രണ്ട് മക്കൾ എന്താ ഇവിടെ? ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് വന്നതാ. വന്ന ഉടനെ അതന്നെ ചോദിച്ചു. അമ്മ ആരടിച്ചെന്ന് ഈ പറയുന്നേ? എന്താ സംഭവിച്ചേ? കാർത്തു, നീ എന്റെ അടുത്ത് ഒന്നും പറയുന്നത്? ആരാവൻ? ഞാൻ പറയാൻ വന്നതാ, അപ്പോഴേക്കല്ലേ. അത് റിജിലായിരുന്നു. അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാ വന്നത്. എന്റെ കൈ കയറി പിടിച്ചപ്പോ ഞാൻ നല്ലൊരു അടി കൊടുത്തു. അവന്റെ മനസ്സിൽ അവൻ എന്താ വിചാരിച്ചു വെച്ച്? വിഷു, ആ ചുറ്റും കൊണ്ട് ഹാളിലേക്ക് ചെല്ലേ. ഡാഡിയും അമ്മയും അങ്ങോട്ട് വരാം. മോളെ, ചേട്ടായോടൊപ്പം ചെല്ല്. അവന് കിട്ടിയതൊന്നും പോരല്ലേ, ഇനിയും കൊടുക്കുന്നുണ്ട്. 2 ദിവസം ഓഫീസില്ലാതെ പോയി. എന്തായാലും ഞാൻ അവനെ കാണട്ടെ. അവനുള്ള ഞാൻ അപ്പൊ തന്നെ കൊടുത്തു. ഇനി എന്തിനാ വെറുതെ? ഇന്ദ്ര, ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? കാർത്ത് വിളിച്ചിരുന്നോ? കുഴപ്പമില്ല എടുത്തി, BP കൂടിയതാ. പിന്നെ ഏട്ടനും എടുത്തിന്ന് അവിടെ വീട്ടിലല്ലല്ലോ, അതുകൊണ്ട് കാർത്തു നാളെ വരല്ലോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെന്തായാലും നന്നായി. ആന്റീനെ എന്തായാലും ഒറ്റയ്ക്ക് നിർത്തണ്ടല്ലോ. ആ നാര, വന്നോ നീ? വാ ഇരിക്കേ. ഞാൻ മാത്രല്ല, ഇന്ന് വേറൊരാളുണ്ട്, എൻ്റെ ഫ്രണ്ട് റിജി. ഹലോ. ഇന്ദ്രസന്തം. നര, നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ.
എന്താടാ അവിടെ എല്ലാരും ഇരിക്കുമ്പോ നീ എന്നെന്തിനും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന്? നീ എന്തിനാടാ ആ റീജിനെ ഇങ്ങോട്ട് വന്നത്? ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞവനെ. എടാ അവനെന്റെ ഫ്രണ്ട് അല്ലേ, നീ എന്തിനാ അവനങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അവൻ എന്ത് ചെയ്തിട്ടാ? ടോർച്ചറിങ്ങോ? അവന് ശരിക്കുള്ള ടോർച്ചറിങ് ഞാൻ ഓഫീസിൽ വന്നു ഞാൻ കൊടുക്കുന്നുണ്ട്. എടാ ഇതാടാ കാർത്തികയുടെ എക്സ് ഹസ്ബൻഡ്. ഇവനോ? എടാ എനിക്കറിയില്ലായിരുന്നു. നിനക്ക് ഓഫീസിൽ വെച്ചത് പറയാറുന്നില്ലേ? അയ്യോ ഇവിടെ ആരെങ്കിലും ഇത് അറിഞ്ഞാലോ? നര, ഇന്ദ്ര, എന്താ ഇവിടെ നിന്ന് കുറുകുറെ സംസാരിക്കുന്നേ? എല്ലാവരും അവിടെ ഇരിക്കല്ലേ, വാ വന്ന് ഭക്ഷണം കഴിക്കാം. റെജി, വേണ്ടതെടുത്ത് കഴിച്ചോളൂ, മടിയൊന്നും വിചാരിക്കണ്ട കേട്ടോ. ആ എന്റെ മോള്, അതെനിക്ക് മനസ്സിലാവോ? മോളെ അജു, എന്തിനാ ഇങ്ങനെ ഓടുന്നേ? ഡാഡയുടെ മടിയിലിരിക്കെ, ഡാഡ വാങ്ങി തരാം. അജുവേ പതിയെ പറ, ചേട്ടയെ കണ്ടു. ഹർഷേട്ടാ ഇനി എന്ത് ചെയ്യും? പണി ചോദിച്ച് മേടിക്കാൻ വേണ്ടിയിട്ടല്ല അയാൾ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ചെറിയ ചെറിയ പണികൾ കൊടുക്കാന്നേ. ഈ കുഞ്ഞിനെ എവിടെയോ കണ്ട പോലെ പരിചയമുള്ള മുഖം. കാർത്തൂനെ. എന്താ രചൻ, എന്റെ കൊച്ചിന് കണ്ണു പറ്റുമല്ലോ താനിങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാ? അയ്യോ സോറി സർ, സോറി. ഇന്ദ്ര, എന്താടാ അത്? റിജി, ഭക്ഷണം കഴിക്കേ. ആജുവാവേ, ആ അങ്കിളിന് ഒരു പണി കൊടുക്കണ്ടേ? ഹർഷേട്ടൻ പറയുന്ന പോലെ മോള് ചെയ്യോ? പണിയെടുക്കാനോ? ചെയ്യാം. എന്ത് പറ്റി? എന്താ റിജൻ? ക്ലാസ്സിൽ സാമ്പാറായിരുന്നു. ശ്രദ്ധിച്ചൊക്കെ കുടിക്കണേ റിജി. എന്ത് കാര്യത്തിലും ശ്രദ്ധ വേണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും പിള്ളേരെ. ഈ നേരത്തോ? വാ ഡാഡി എടുക്കാം. സോ ക്യൂട്ട്. എന്റെ മോളിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. നിന്റെ ടെൻഷൻ അടിക്കാതെടാ. റിജി എന്നാലും നല്ലൊരു ഡിസൈൻ തയ്യാറാക്കി തരും. നീ റിലാക്സ് ആയിട്ട് ഇരിക്കും ഇന്ദ്ര. ഇന്ദ്ര സാർ, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. വെൽ ഡൺ. നല്ല ഡിസൈൻ ആയിട്ടുണ്ട്, ഞാൻ വിചാരിച്ച പോലെ തന്നെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓ സോറി സർ, ഫയലിംഗ് ഞാൻ എടുക്കാം. അയ്യോ എന്താ സാറത്? എന്താണോ? ഓ സോറി രജി, എന്റെ മുന്നിൽ ഇങ്ങനെ ബാഗും കാട്ടി നിന്നാ അതെനിക്ക് തീരെ ഇഷ്ടമല്ല. കിട്ടിയതെടുത്തോട്ട് ഞാൻ അവിടെ അടിക്കും. സോറി, നിങ്ങൾ എന്തായാലും പൊക്കോ രണ്ടാളും. വേറെ അങ്ങേക്ക് പ്രാന്താണോടാ? അവൻ എന്നെ തന്നെ ചെയ്തല്ലോ. ചെറുതായിട്ട് അവന് നീ വർക്ക് ചെയ്യാൻ നോക്കി ചെല്ലേ. കൊല്ലൂടെ ഇന്ദ്ര നിന്നെ ഞാൻ. എന്ത് നല്ല കാഴ്ചയായിരുന്നു. ഓഫീസ് ടൈം കഴിയാറായി. എല്ലാവരും മുന്നിലും കാർത്തിക പ്രപ്പോസ് ചെയ്താലോ? എന്താ ഇവിടെ ബഹളം? എന്താ? റിജി നിന്നെ പ്രപ്പോസ് ചെയ്യാൻ നോക്കാനോടി? ഓ നിന്റെ കെട്ടിയും വരുന്നു. അവന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി. കാർത്തിക, മാരി മീ? എനിക്ക് ഒരു ചാൻസ് കൂടി തരുമോ? ഇനി ഞാൻ പഴയ പോലെ ഒരു തെറ്റും ആവർത്തിക്കില്ല. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഞങ്ങളെല്ലാവരും കാത്തിരുന്ന നിമിഷമായിരുന്നു അത് തട്ടിയെടുത്തും കള്ളൻ. ഓ യോഗമില്ല. എന്തായാലും എസ് പറ. കാർത്തു, എന്താ നോക്കി നിൽക്കുന്നേ? മറുപടി പറയേ. എന്ത് പറയാനോ, പാവം ഹസ്ബൻഡിന്റെ മുന്നിൽ വെച്ച് ഹസ്ബൻഡ് പ്രപ്പോസ് ചെയ്യുന്നു. കാല എന്താ തിരി? നീ പേടിക്കേണ്ട ഇന്ദ്ര, അവൾ എസ് ഒന്നും പറയില്ല. നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനെ എല്ലാം ഡിസ്മിസ് ചെയ്യാം. ഒക്കെ നടക്കാം. സോറി രജൻ, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഐ എം ഓൾറെഡി മാരീഡ് ആണ്. ഞാൻ 2 കുട്ടികളുടെ അമ്മയാണോ? മാരീഡാ? അപ്പൊ സ്വന്തം മമ്മിയാണോ? എന്തിനു കാർത്തി ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നേ?
എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ നിന്നെ. എന്നറിയാനാണ് നിനക്ക് അവളെ കുറിച്ച്? ഒരു ചുക്കും അറിയത്തില്ല. എന്നിട്ട് പ്രപ്പോസ് ചെയ്യാൻ നടക്കാതെ നിനക്ക് ജോലി തന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. നിനക്ക് പ്രപ്പോസ് ചെയ്യാൻ എന്റെ ഭാര്യ തന്നെ കിട്ടിയോളാ. സാറിന്റെ ഭാര്യ? ഇന്ദ്ര സാറിന്റെ ഭാര്യയാണ് കാർത്തിക നീ? എല്ലാത്തിനും തീരുമാനമായി. എല്ലാത്തിനോട് കൂടി പറഞ്ഞേക്കാം, കാർത്തിക് എന്റെ ഭാര്യ. ആവശ്യമില്ലാത്ത നോട്ടും ഇതുപോലത്തെ പ്രപ്പോസലുമായിട്ട് അവളുടെ മുന്നിലേക്ക് നീ ചെന്നാ ഒരുത്തരഞ്ഞ് എവിടെയും ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി തീർക്കും ഞാൻ. റിജിൽ, എനിക്ക് തന്റെ അടുത്ത് പേഴ്സണലായിട്ട് സംസാരിക്കണം. തന്നു പാടോ. റിജിൽ ഇങ്ങ് പോരെ, ഞാനൊന്നും ചെയ്യില്ല. സാറിനെ ടോർച്ചർ ചെയ്യുന്നതൊക്കെ കാർത്തികയ്ക്ക് വേണ്ടിയാണല്ലേ? സാറിന് മുന്നേ തന്നെ എല്ലാം അറിയാമായിരുന്നു. എനിക്കെല്ലാം അറിയാമായിരുന്നു. ഞാനൊക്കെ ചെയ്തത് അവൾക്ക് വേണ്ടി തന്നെയാ. റിജിൽ, നീ ഇനി അവളുടെ ജീവിതത്തിലേക്ക് വരരുത്. സ്നേഹിച്ച് വഞ്ചിച്ചതാ നീ. നിനക്കിനി ഒരു യോഗ്യത അവളുടെ ജീവിതത്തിലില്ല. എന്റെ ഭാര്യയും എന്റെ കുട്ടികളുടെ അമ്മയാ. ആർക്ക് വേണ്ടി അവളെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങളുടെ ജീവിതത്തേക്ക് ഇനി കയറി വരാൻ നോക്കിയാ നിന്നെ ഞാൻ ചെറുതായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിനക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനൊരു പൂമ്പാറ്റയെ പോലെ ഒരു പൂവിൽ തങ്ങി നിൽക്കാതെ പല പല പൂക്കളും പല പല വർണ്ണങ്ങളും തേടിപ്പോവും. അതാ ഞാൻ ചെയ്ത തെറ്റ്. എല്ലാം എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാർത്തികയെ തിരിച്ചു കിട്ടില്ലെന്ന്. പിന്നെ ആജു എന്റെ മോളല്ലേ? നോ, അവൾ എന്റെ മോളാ. എന്റെയും കാർത്തികയുടെയും മോള്, നിന്റെ ആരുമല്ല. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു എന്റെ മോളെ പൊന്നുപോലെ നോക്കുന്നതിന്. സാറിന്റെ മോളുടെ ഇഷ്ടങ്ങൾ ഞാൻ കണ്ടതല്ലേ. പിന്നെ സാറിന്റെ മക്കളോട് പറയണം ഇനി ഇങ്ങനെ ആരെയും സാമ്പാർ കുടിപ്പിക്കരുതെന്ന്. അവരുടെ അമ്മ ആരെങ്കിലും വേദനിപ്പിച്ച അവര് സാമ്പാറാണോ ഇനി വേറെ വല്ല കുടിപ്പിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. രണ്ടാം ഓർക്കുന്നുണ്ടല്ലേ, എന്ത് ക്യൂട്ടാണല്ലേ. എന്തായാലും രണ്ടാളും ഉറങ്ങിക്കോട്ടെ. നീ എന്റെ കൂടെ അപ്പുറത്തെ റൂമിലേക്ക് വന്ന് എനിക്ക് കാര്യം സംസാരിക്കാനുണ്ട്. കാർത്തു, ഇപ്പോഴും നിനക്ക് എന്നോട് ദേഷ്യം മാറിയില്ലേ? നിന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞത്? വലിയ ദേഷ്യമൊന്നുമില്ല, ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു. ഒന്നാമത് എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് പുറത്ത് പറഞ്ഞ് നടന്നാലും ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ എനിക്ക് കൂട്ടിന് നരേനെ ഏൽപ്പിച്ചത് എന്നെ സഹായിക്കാൻ. അതെങ്ങനെയായിരുന്നു? ആ രവി ആയിരിക്കില്ലേ? അറിയാതെ സാറിന് നിന്നെ വിശ്വാസമുണ്ട്. എന്തിനാ കള്ളം പറയുന്നത്? എനിക്കറിയാം അങ്ങേർക്ക് തീരെ വിശ്വാസമല്ല. ഓ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കടി. നീ പോയതിനു ശേഷം എന്താ നടന്നതെന്ന് അറിയോടെ? എന്നിട്ട് നീ എന്തൊക്കെ വിളിച്ചു പോകിയത്? നിനക്ക് തോന്നുന്നുണ്ടോ കാർത്തി അങ്ങനെയൊക്കെ ചെയ്യുന്ന? അവൾക്ക് ഭാര്യയല്ലേ? സാറിന് അറിയാലോ, എന്റെ ഫ്രണ്ടാണ് അവളുടെ ബ്രദർ എന്ന്. ചെറുപ്പം മുതൽ ഞാൻ കാർത്തികയെ കാണുന്നതാ. ഒരിക്കലും അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല സാർ. രണ്ടുപേരൊന്നും നിർത്തുന്നുണ്ടോ? നിങ്ങളെക്കാട്ടും കൂടുതൽ എനിക്ക് അവളെ മനസ്സിലാവുന്നുണ്ട്. എന്റെ കൂടെ കഴിയുന്നതല്ലേ അവള്. പിന്നെ ഇപ്പോ ഇനി ഞാൻ അവളെ വിശ്വസിക്കുന്ന കാര്യം അവളെ അറിയണ്ട. നിങ്ങൾ രണ്ടുപേരും അവളുടെ കൂടെ എന്തിനും ഉണ്ടാവണം. അപ്പോ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? പക്ഷെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനാ ഇപ്പൊ ഇങ്ങനെ കള്ളം പറഞ്ഞു എന്തിനാ? തനിക്കെല്ലാം അറിയാമായിരുന്നല്ലേ? ഐ എം സോറി. സത്യമായിട്ടും ഞാൻ മനഃപൂർവ്വമല്ല. ആ സമയത്ത് ആ ഫോട്ടോ കണ്ട് ജലസടിച്ചോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാ. എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് വീട്ടിൽ വെച്ചും കള്ളം പറഞ്ഞില്ലേ? ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? തൻ്റെ സപ്പോർട്ട് ഞാൻ ഒരുപാട് ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു. താൻ എന്തിനങ്ങനെ കള്ളം പറയുന്നതെന്ന് അറിയാത്ത ദേഷ്യത്തും കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ തൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പം എല്ലാം ക്ലിയർ ആയില്ലേ? തനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ മക്കളുടെ ഒപ്പം ഒരു പുതിയ ജീവിതം അങ്ങ് തുടങ്ങാല്ലേ? തുടങ്ങാലോ. എല്ലാം മറന്നൊരു ന്യൂ ലൈഫ് തുടങ്ങാമെന്നില്ല എന്തായാലും. അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് കാർത്തുവിന്റെ ഒരു ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. എന്റെ ആഗ്രഹം? ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞേ? എനിക്ക് ഓർമ്മയില്ലല്ലോ. അന്ന് അവിടുത്തെ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലേ, തുണിയില്ലാതെ കണ്ടാലും കുഴപ്പമില്ലെന്ന്. ആ ആഗ്രഹം സാധിപ്പിച്ചു തരാം. അയ്യോ, ഞാനത് ആഗ്രഹം പറഞ്ഞല്ല. അതല്ല, ഞാനത് ആഗ്രഹമായിട്ട് ഏറ്റെടുത്തു. ഞാൻ അത് നടത്തിത്തരാൻ തീരുമാനിച്ചു. അയ്യേ, ഇതുപോലെ ചീപ്പാവരുത്. വേറെ ആരുടെ അടുത്തില്ലല്ലോ, നിന്റെ അടുത്തല്ലേ. അതിനെല്ലാം അവകാശമുണ്ട് എനിക്ക്. ഇവിടെ വാടി.